എല്ലാവർക്കും നമസ്കാരം. അതാണ് ഗൈസ് നോക്കൂ, ഫൈനലി അങ്ങനെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ അൽമാട്ടിൽ എത്തിയിരിക്കുകയാണ്. വൺ ലൈഫ് ഇൻ ദ വേൾഡ്, അതായത് ഇന്ത്യ ടു അമേരിക്ക. ഗൈസ് നോക്കൂ, ആദ്യം ഇന്ത്യ ടു യൂറോപ്പ് എന്നായിരുന്നു നമ്മുടെ യാത്രയുടെ പേര്. പിന്നെ ഞങ്ങളത് എക്സ്പാൻഡ് ചെയ്ത് അമേരിക്കയിലേക്ക് ചരട് വലിച്ചിട്ടേക്കുവാണ്. അങ്ങനെ പോകട്ടോ. ഗൈസ് നോക്കൂ, അതായത് ഒരു വലിയ പ്രശ്നം ഞങ്ങൾ നേരിടുന്നത് ഇവിടെ ATM കൗണ്ടർ വളരെ കുറവാണ്. അതായത് ഞങ്ങൾ കുറേ ദിവസം, ഇപ്പം മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ കസാക്കിസ്ഥാനിലെ ബോർഡർ മുതൽ അൽമാട്ടി വരെ ഞങ്ങൾ നോക്കിയതാണ് ATM കൗണ്ടർ. ഞങ്ങൾ വന്ന വഴിക്കൊക്കെ ജനവാസം വളരെ കുറവായിരുന്നു. ഗൈസ് നോക്കൂ, പെട്രോൾ പമ്പിൽ മാത്രമേ ബാത്റൂമുള്ളൂ, പിന്നെ എണ്ണയ്ക്ക് മാത്രം പൈസ കുറവുണ്ടെന്നുള്ളൊരു വ്യത്യാസമുള്ളൂ. ഗൈസ് നോക്കൂ, ഇന്ന് നമ്മുടെ പരിപാടി, ഇന്ന് ഞങ്ങൾക്ക് വണ്ടി വൃത്തിയാക്കി വെക്കണം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്, അതായത് നമ്മൾ ഇവിടുന്ന് ഗൈസ് നോക്കൂ, അതായത് എന്തൊക്കെയാ പറഞ്ഞിട്ട് പോവാ. ഗൈസ് നോക്കൂ, അതായത് നമ്മൾ അങ്ങനെ 22-ാം തീയതി ഇവിടുന്ന് ഗ്രീസിലേക്ക് പോകും. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലേ. അപ്പം അതിന് വേണ്ടി വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം ഒപ്പിക്കണം. ഞങ്ങളുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും കസാക്കിസ്ഥാൻ ഉണ്ടെങ്കിൽ ഞങ്ങളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ, അതായത് ഞങ്ങളുടെ വണ്ടി ഇടാൻ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണം. ഞങ്ങൾക്കത് വളരെ വലിയ ഉപകാരമായിരിക്കും. ഗൈസ് ഇന്ന് നമ്മൾ ഒരു മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കണം, പൈസ എടുക്കണം. അതായത് ഇവിടെ പൈസ അത്യാവശ്യമാണ്. പിന്നെ എല്ലാ സ്ഥലത്തും വിസ കാർഡ് എടുക്കുമെങ്കിലും പൈസ എടുക്കുന്നത് ഇച്ചിരി നല്ല തീരുമാനം. നമുക്ക് ആദ്യത്തെ ദിവസം പോലെ ചതിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഗൈസ് നോക്കൂ, അങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട്. അപ്പം ഈ കാണുന്ന ഇവിടെയാണ് ഞങ്ങൾ വണ്ടി ഇട്ടത്. ഞങ്ങൾ ഈ കാണുന്ന റൂട്ടിൽ കൂടി ആയിരുന്നു വന്നത്. ഞങ്ങൾ നേരെ മാർക്കറ്റിലേക്ക് പോവാണ്. ഇവിടെ ഉണ്ടല്ലോ പച്ചക്കറി അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ മേടിക്കാൻ ഭയങ്കര പാടാണ്. കടകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പാടാണ്. പല സ്ഥലത്തും ഇല്ല. സൂപ്പർ മാർക്കറ്റിൽ ഈ ഹോട്ട് ഡോഗും ബർഗറും മാത്രമേ ഉള്ളൂ. തിന്നു മടുത്തു. ഇപ്പം തന്നെ ഈ കാണുന്ന ഇതിൻ്റെ അകത്തൊരു കടയാണ്. അതിൻ്റെ അകത്ത് പോയിട്ടൊരു ഹോട്ട് ഡോഗ് കഴിച്ചിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് പറ്റത്തില്ല കേട്ടോ. നമ്മൾ ഒരു 2-3 ദിവസമൊക്കെ കഴിക്കാമെന്നല്ലാതെ നമുക്ക് നമ്മുടെ ഭക്ഷണം വെച്ചിൽ പണി പാളും. പിന്നെ രാവിലെ ഞങ്ങൾ അവിടെ പോയി സാധനം മേടിച്ചപ്പോൾ നമുക്ക് ഒന്നാന്തരം മൂണ്ടാല് കിട്ടി. അപ്പം മൂണ്ടാലും കിട്ടി, പോലീസിന് നല്ല തെളിയും കിട്ടി. യെസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ഫുൾ അഗ്രസീവാണ് ആൾക്കാർ കേട്ടോ. ഭയങ്കര അഗ്രസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അഗ്രസീവാണ്. ആദ്യം ഒരു മാർക്കറ്റ് ലൊക്കേഷൻ അങ്ങോട്ട് പോവാം. നാളെ നമുക്ക് അൽമാട്ടി കറങ്ങി തുടങ്ങാം. ഇന്ന് ആദ്യം നമ്മളൊന്ന് വണ്ടിയൊക്കെ ക്ലീൻ ചെയ്ത് ഒരു പാർക്കിംഗ് സ്പേസ് ഒക്കെ കിട്ടുമെന്ന് നോക്കട്ടെ. ഇറ്റ് ഈസ് വെരി വെരി ഡിഫിക്കൽട്ട്. വഴി കണ്ടോ, സ്ട്രെയിറ്റ് ഇങ്ങനെ എടുക്കും. അതിന് തൊട്ടൊത്ത നടുക്ക് കേട്ടിലെ മഞ്ഞു മലകൾ കേട്ടോ. ഫൈനലി നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി. ഈ കാണുന്ന മാർക്കറ്റിലേക്കാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത്. അതായത് ഇവിടെയാണ് നമ്മളെ ഉദ്ദേശിച്ച ഗ്രോസറി സാധനങ്ങൾ, അതായത് നമുക്ക് ഭക്ഷണം വെക്കാനുള്ള സാധനങ്ങളും പച്ചക്കറി സംവിധാനങ്ങളൊക്കെ കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് വണ്ടി തുറക്കുന്നതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ ഒരു 5 ലിറ്ററിൻ്റെ ഒരു വലിയ ക്യാൻ വാട്ടർ മൊത്തം ഒരു വണ്ടിയുടെ അടിയിൽ പോയി. ലിബിയെ തപ്പാൻ വേണ്ടി പോയേക്കോ കേട്ടോ. എവിടെയാടാ കിട്ടിയോ? ഗൈസ് നോക്ക്, ഫൈനലി സാധനം കിട്ടി കേട്ടോ. അതെ, വണ്ടി തുറന്നപ്പോൾ അങ്ങ് തെറിച്ചു പോയി. ലിബിനെ, ഇത് അത്യാവശ്യം വലിയ മാർക്കറ്റാണ് കേട്ടോ. ഇതാണ് കാർ പാർക്കിങ്. വന്നവിടെ ഞങ്ങൾ ഇവിടുത്തെ പോലീസ് പിടിച്ചു. എന്നിട്ട് പൈസ അടിക്കാനുള്ള പല തന്ത്രങ്ങളും പയറ്റ് നോക്കി. ഞങ്ങളും അതേപോലെ തന്നെ തിരിച്ചടിച്ചു കേട്ടോ. തിരിച്ചടിച്ചപ്പോൾ പുള്ളി ഓക്കെ എന്ന് പറഞ്ഞ് പോയിട്ടോ. അത് നേരെ തിരിച്ച് കയറ്റി വെക്കട്ടെ ലിബി. ഇവിടെ എവിടെ നോക്കിയാൽ ഈ റഷ്യൻ ടൈപ്പ് ട്രക്കുകളാട്ടോ കുറേ കാണാം. ചൈനീസും ഉണ്ട്, യൂറോപ്യനൊക്കെ ഉണ്ട്. അവിടെ നോക്കിയാൽ ലിബിനെ. പക്ഷെ റഷ്യൻ ടൈപ്പാണ് ഏറ്റവും കൂടുതൽ. ലിബിനെ, ആദ്യം നമുക്ക് പണം എടുക്കാം. ഗൈസ് നോക്കൂ, അതായത് നമുക്ക് നടന്നു നോക്കാം. ഗൈസ് നോക്കൂ, നാട്ടിലെ 10,000 രൂപ എന്ന് വെച്ചാൽ അപ്രോക്സിമേറ്റ് ഇവിടെ 58,000 രൂപ അടുത്ത് വരും. നമുക്കൊരു 60,000 രൂപ അടുത്ത് കൈ വെക്കാം. ഇവിടെ വിസ മാസ്റ്റർ കാർഡുകളൊക്കെ എടുക്കുന്നുണ്ട്. എണ്ണ അടിച്ചതിന് ശേഷം എണ്ണ അടിച്ചിട്ട് കാർഡ് ഇവിടെ വെച്ചു. ഗൈസ് നോക്കൂ, അപ്പോൾ ഒരു 10,000 രൂപ നമ്മുടെ കൈ മതി. വിസ മാസ്റ്റർ കാർഡൊക്കെ എടുക്കുന്നുണ്ട്. വലിയ പണച്ചെലവ് അങ്ങനെ വലുതായിട്ട് വരുന്നില്ല. ഈ കാണുന്നൊക്കെയാണ് ഈ കാണുന്ന ഒരു ടൗണിൻ്റെ പ്രാന്തപ്രദേശം. ഗൈസ് നോക്കൂ, അതായത് വലിയ വലിയ ബിൽഡിംഗ് ഒക്കെ വളരെ കുറവായിട്ട് ഇങ്ങോട്ട് വരാൻ നേരത്താണ്. ഏറ്റവും വലിയ ബിൽഡിംഗ് ഇതാ. സത്യമായിട്ട് പറഞ്ഞു ഗൈസ് നോക്കി, ലിബി പറഞ്ഞ വളരെ ശരിയാട്ടോ. അതായത് വലിയ വലിയ ബിൽഡിങ്ങോ സ്ഥാപനമോ ഒക്കെ വളരെ കുറവാണ്. ഇവിടെ ഒരു പച്ചക്കറി കട ഉണ്ടോ ലിബിനെ? നമുക്ക് പറ്റിയ ഒരു സാധനമില്ല ലിബിനെ. നമുക്ക് പറ്റിയ ഒരു സാധനമില്ല കേട്ടോ. നമുക്ക് നടക്കാം. തക്കാളിയുടെ ഒക്കെ വലിപ്പം നോക്കിയേ. ഞങ്ങൾ ഈ നഗരത്തിൻ്റെ ഈ കാണുന്ന പ്രാന്തപ്രദേശത്തിലൂടെ നേരെ ഫ്രണ്ടിലേക്ക് നടക്കുവാണ്. എവിടെ ചെന്നാലും എന്ത് ചോദിക്കും? പൈസ. ചെന്നാലും പൈസ ചോദിക്കും. എല്ലാവരും പൈസ ചോദിക്കും. ഇരുന്നാലും പൈസ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് പണം എടുത്തു വെക്കുന്ന നല്ലത് കേട്ടോ. നമ്മൾ ആ പെട്രോൾ പമ്പിൽ ചെന്നില്ലേ, 1000 രൂപയാണ് അയാൾ ചോദിച്ചത്. നമ്മുടെ നാട്ടിലെ അത് വെറും 150 രൂപ ഉള്ളൂ. ആയിക്കോട്ടെ, അത് കൊടുക്കാൻ നമ്മുടെ കാശില്ലായിരുന്നു. കാശില്ല. അത് കഴിഞ്ഞിട്ട് അതിന്റെ ബില്ല് തരാൻ പറഞ്ഞു, അതില്ല.
ലാസ്റ്റ് പോലീസ് ബില്ലിൻ്റെ അല്ലായിരുന്നു ഞങ്ങളുടെ കയ്യിൽ പിന്നെ പൈസ ഇല്ലായിരുന്നു. പൈസ ആയിട്ട് എടുത്തു വെക്കുവാണെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും. ഇതുണ്ടോ പോലീസുകാർ ഇവിടെ കൊണ്ട് ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്തൊക്കെ കേട്ടോ. ഇവിടെ തോന്നിയ പോലെയൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്. വലിയ അതാ ആ കാണുന്ന പുള്ളിയാണ്. ഇതുണ്ടോ ഈ കാണുന്ന ഇവിടുത്തെ ആ പുള്ളിയാണ് എൻ്റെ അടുത്തു നിന്ന് പിന്നെ പൈസ വെച്ച് ഈ കാണുന്ന ATM. ഓ ഗൈസ് ഫൈനൽ ഞങ്ങൾ 50,000 രൂപ ഇട്ടു നോക്കി കേട്ടാ. കിട്ടുമോ മണി ഫസ്റ്റ് ആൻഡ് പ്ലീസ് റിമൂവ് യുവർ കാർഡ്. റിമൂവ് യുവർ കാർഡ് എന്ത് എന്നിട്ട് ഓക്കെ പൈസ കിട്ടി. കാർഡ് എന്ത് കിട്ടി. ഭാഗ്യം. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് കസാക്കിസ്ഥാൻ മണി കയ്യിലെത്തിയിരിക്കുകയാണ്. ഇത് എത്രയുടെയാണോ? 1, 10, 100, 1000, 10,000 രൂപ കസാക്കിസ്ഥാൻ മണി ഉണ്ടോ? പിന്നെ നമ്മള് മറ്റേ ബാലി പോയപ്പോ അവിടെ ഇല്ലായിരുന്നോ 10,000, 1 ലക്ഷം? 1, 2, 3 നമ്മൾ എത്ര അടിച്ചേ? നമ്മൾ 50,000. 3, 4 4 50,000 കറക്റ്റല്ലേ? കറക്റ്റാ അല്ലേ? 50,000 പോരാ കേട്ടോ. ഉച്ച കൊണ്ട് എടുത്താക്കാം. കിടിലം പൈസ കേട്ടോ. നോക്കിയോടാ നല്ല കിടിലം പ്ലാസ്റ്റിക് കൂടുതലുള്ള ഒരു പൈസ. വീശണ്ട കേട്ടോ. കളവൻ എവിടെയോ നോക്കി അടുത്ത വണ്ടി വലിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ആണോ? നമ്മൾ ചൈനയിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതാണ് 10,000. എന്നതാ ഇവിടെ നടക്കുന്നത്? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. പൈസ നോക്കാൻ എന്നെ നോക്കല്ല, ബാങ്കിൽ ചെന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഇതെത്രയാ? 5 ഇത്ര ഉള്ളൂ അത് പൈസ. 10,000 നമ്മുടെ നാട്ടിലൊക്കെ 10,000 എന്ന് പറഞ്ഞ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇത് അത്ര ഒന്നും ഇല്ല. ഇവരുടെ പൈസയ്ക്ക് മൂല്യം ഇല്ലാത്തവരും വലിയ നോട്ടം അടിച്ചു വിടും. മനസ്സിലായോ? പെട്ടെന്ന് ഞാൻ പറഞ്ഞത് മറന്നുപോയി, പറയാനുള്ള കാര്യം മറന്നുപോയി. അതായത് നമ്മളുണ്ടല്ലോ ചൈന ചെന്നപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്തൊരു പ്രശ്നമാണ്. അതായത് അവിടെ 6 ഡിജിറ്റിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ATM പിൻ. നമ്മുടെ 4 ഡിജിറ്റിലായിരുന്നു. അങ്ങനെ കുറേ സ്ഥലത്ത് പാളി, കുറേ സ്ഥലത്ത് കിട്ടി. ഇവിടെ വന്നപ്പോൾ ഒരു മിസ്സിബുഷിയുടെ പെയിൻറ്റിങ് ഉണ്ടോ? ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഇത് എന്നതാ? ഇത് സ്റ്റിക്കറാണോടാ? ഇതെന്താ ഇത് ഗൈസ്? എന്തോ ടൈപ്പ് പരിക്കനൊരു സെറ്റപ്പ് കേട്ടോ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുവാണ് ഇതുപോലെ. ഇങ്ങനെ നമ്മുടെ വീടൊക്കെ പരിക്കനടിച്ചില്ലടാ സിമെന്റ് കൊണ്ട്. ഏകദേശം അതേപോലെ ഇരിക്കുന്നു സുഹൃത്തുക്കളെ. ആർമി വാഹനങ്ങൾ മൊത്തം നമ്മുടെ നാട്ടിലെ ട്രക്ടർ പോലത്തെ റഷ്യൻ സാധനങ്ങളാട്ടോ. എനിക്കൊന്ന് ട്രക്ടറൊക്കെ റഷ്യ നമുക്ക് തന്നു തന്നു. പിന്നീട് നമ്മൾ നമ്മുടെ വാഹനങ്ങളിലേക്ക് മാറി. ഇവിടെയൊക്കെ ഉണ്ടല്ലോ പാട്ടുപാടി ഉപജീവനം നടത്തുന്ന കുറേ ചേട്ടന്മാരുണ്ട് കേട്ടോ. അപ്പോൾ യൂറോപ്പിലൊക്കെ ചെന്നാൽ നമുക്ക് കാണാൻ പറ്റും. ഗൈസ് അങ്ങോട്ടും മാർക്കറ്റാണ്, ഇതും മാർക്കറ്റാണ്. നമുക്ക് പറ്റിയ എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. ഇത് എന്ത് മാർക്കറ്റാണെന്നുള്ളത് പച്ചക്കറി മാർക്കറ്റ് അല്ലടാ, ഇതൊരു വലിയ മാള് പോലത്തെ സംഭവം. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. സ്റ്റാൻഡേർഡ് കച്ചവടാ. ഇതിൻ്റെ പുറത്തും അകത്തുമായിട്ട് പല രീതിയിലുള്ള കച്ചവട സ്ഥാപനങ്ങൾ. സ്ട്രോബെറി, തക്കാളി, ഉള്ളി, നമുക്ക് അത്യാവശ്യം എല്ലാ സാധനം മേടിക്കാറുണ്ട്. ഫുള്ള് പച്ചക്കറിയുടെ ഒക്കെ ആയിരുന്നില്ല. ഇങ്ങോട്ട് ഇലക്ട്രിക്കലായി കേട്ടോടാ. ഇലക്ട്രിക്കൽ ഞങ്ങൾക്ക് 2 ബെൽറ്റും പിന്നെ അതേപോലെ ഇതേപോലത്തെ ഒരു ബാഗ് ഞങ്ങൾക്ക് എമർജൻസി ആയിട്ട് വാങ്ങിക്കണം. ഇതിന്റെ പൈസ എത്രയാന്നുള്ളത് ഈ ചെറിയ ബാഗോ നമുക്ക് മറ്റേതിനകത്ത് വരുന്നുള്ളൂ. എയർപോർട്ടിന്റെ അകത്തും ഫ്ലൈറ്റിന്. അപ്പൊ ഈ ബാഗ് പറ്റും. ഇതേപോലെ സോക്സ്, തൊപ്പി, അതുപോലുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന അവിടുന്ന് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സെയിം സംഭവം അല്ലേടാ. അതിൻ്റെ ഉള്ളിലാട്ടോ പച്ചക്കറി അതുപോലെ സാധനങ്ങൾ കിട്ടുക. ഇത് ഷൂവ്, പിന്നെ അതുപോലെ തന്നെ കസാക്കിസ്ഥാൻ ഫ്ലാഗ്, തൊപ്പി, ചെരുപ്പ്. അല്ല പിന്നെ ഇവിടെ ക്യാമ്പിങ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ക്യാമ്പിങ് സ്റ്റൗ, പാത്രങ്ങൾ, ഇതേ ഇലക്ട്രിക്കൽ സ്റ്റൗ. ദൃശ്യമായിട്ടൊരു മലയാളി. ഞങ്ങളിതിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമായിരുന്നു കേട്ടോ. ആ സമയത്താണ് ഒരു മലയാളീനെ കിട്ടിയത്. ആളെ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു ഇത് ഗ്രീൻ ബസാർ. അങ്ങനെ തന്നെ ഞാനും ഗൂഗിൾ ചീപ്പാണോ? ചീപ്പാണ് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. കാരണം ഫോറിനേഴ്സ് ഇപ്പൊ കുറെ വരുന്നോണ്ട് പ്രൈസ് കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കമ്പിത്തിരിയാ കഴിച്ച് നോക്കൂ. ചേട്ടനപ്പം കുറെ പേരുണ്ട്. എത്ര പേരുണ്ട്? ഞങ്ങൾ ഏകദേശം 6 പേര്. അല്ല ഇപ്പൊ ഗ്രൂപ്പിൽ എത്ര പേരുണ്ട്? ഇതിപ്പോ അവരിപ്പോ ഒരു ഫാമിലിയാണ്. കണ്ട മലയാളി പറഞ്ഞ പോലെ തന്നെ പൈസ കൂടുതലാ കേട്ടോ. അപ്പം നമുക്ക് ബാഗ് മേടിക്കാം. നമുക്ക് എമർജൻസി ബാഗാണ്. ഇതേപോലത്തെ ഒരു ബാഗ് മേടിക്കാൻ വേണ്ടിയാണ് നടക്കുന്നത്. ഒട്ടുക്കത്തെ പൈസ കേട്ടോ പറയുന്നത്. വലൈക്കും അസ്സലാം. പൈസ നോക്കൂ. ഇതേപോലത്തെ ഒരു ബാഗാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷെ എല്ലാവരും കൊല റേറ്റാണ് പറയുന്നത്. ഗായ്സ് കാണുമ്പം നമുക്ക് തോന്നും വിലക്കുറവാണ്. നമ്മുടെ നാട്ടിലാട്ടോ വിലക്കുറവ്. എന്നെ സംഭവം ഇവിടെ വില ഇതൊന്നും കുറവൊന്നുമില്ല. ചെറിയ പൈസ നമ്മൾ എടുത്തു കൊടുക്കാൻ നേരത്ത് നമ്മൾ ഓർക്കും ചെറിയ പൈസ, പക്ഷെ അത്യാവശ്യം നല്ല റേറ്റുകളുണ്ട് ഇവിടെ. ഇതാണ് ചെറിയ പെട്ടിയാ. ഹൗ മച്ച്? 5,000, 1,000, 6,000. ഊമ്പിക്കില്ലേ ഞങ്ങളെ? ഓക്കെ ഓക്കെ ഗൈസ് ഫൈനലി 6,000 രൂപയ്ക്ക് ഞങ്ങളൊരു ബാഗ് മേടിച്ചു. ഇത് ചൈനയിൽ നിന്ന് വരുന്ന ബാഗാണ്.
അവിടെ ഇത് ഐഡന്റിഫൈ ചെയ്യൽ ഭയങ്കര പാടാ, അല്ലെ ബീജിങ് ആ ഭാഗത്ത് പോകണം. നാട്ടിലെ ഏതാണ്ട് നമുക്ക് 900 രൂപ 1000 രൂപ അടുത്തങ്ങാണ്ട് കിട്ടി. അടുത്തെങ്ങാണ്ട് ഈ സാധനം കിട്ടിയ അടുത്ത ഞങ്ങളൊരു ബെൽറ്റ് വാങ്ങാൻ വേണ്ടി ഓടാണ്. എത്രയാണ്? 300 രൂപ 400 എടുത്ത് തരും. 400 എടുത്ത് തരും. 379 രൂപ. പുള്ളിക്കാരനോട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് എത്രയാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അധികം കാലം ഒന്നും പ്രതീക്ഷിക്കണ്ട. എത്ര മാസം പുള്ളി എന്റെ കിടങ്ങാൻ വേണ്ടി കൊണ്ടുപോകും. ഫൈനലി ബാഗ് മേടിച്ചു, ബെൽറ്റും മേടിച്ചു. ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ നേരെ വെജിറ്റബിൾ മേടിച്ച് ഞങ്ങൾ പോവാട്ടോ, ഇല്ല ഞങ്ങളുടെ പരിപാടി തീരുവിടുന്നു. എബിനെ, ഇനി നമുക്കൊന്നും മേടിക്കാമല്ലോ. വെജിറ്റബിൾ ഈ ബാഗ് എന്തിനാ മേടിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞങ്ങളുടെ ഫ്ലൈറ്റിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് 10 കിലോ കൊണ്ടുവരുന്നു. ഇത് ഇറച്ചി കിട്ടുന്ന സ്ഥലം. ഇറച്ചി കിട്ടുമോ? ഞങ്ങൾ ഇറച്ചി മേടിക്കാണ്ട് വന്നേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഇത് കണ്ടോ, റെഡിമെയ്ഡ് ഫുഡാന്ന് തോന്നുന്നു. ഇവിടെയുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഇങ്ങനത്തെ സാധനങ്ങളായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. നിനക്കോ? എനിക്ക് തോന്നുന്നത് ഇത് തന്നെ ആയിരിക്കും. നമുക്ക് നമ്മുടെ സാധനങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം. മസാല ഇട്ട് കൊടുക്കുന്ന ഫുഡാണ്. അത് എനിക്ക് തോന്നുന്നു ആൾക്കാർ വീട്ടിലേക്ക് മേടിച്ചോണ്ട് പോകും. ഇത് സലാഡ് പോലത്തെ പരിപാടിയാണ്. സലാഡ് അല്ലേ? പച്ചിറച്ചി, പ്രോൺസ്, എന്താണ് സാൽമൺ. ഇത് എല്ലാ രാജ്യത്തും സാൽമൺ ഉണ്ടല്ലോ. ഇവന് ഭയങ്കര എക്സ്പെൻസീവാ. 12,000 രൂപ എങ്ങനെയാ, എത്രയോ ഗ്രാമിന് 12,000 രൂപ. ടൂണയില്ലല്ലോ? ടൂണയില്ല. ഇതെന്നാ സീറ സീറല്ലേ? സീർ ഫിഷ് സാധനം ഒരു പച്ചക്കറി കട കിട്ടി. ഇതെല്ലാം അതിന്റെ ഏരിയ ഇത് നോക്കി. അങ്ങോട്ടെല്ലാം അതെ ഫുള്ള് പച്ചക്കറി അതുപോലെ അങ്ങോട്ടെല്ലാം വലിയ വലിയ മാർക്കറ്റ് ആട്ടോ. ഇവന്റെ അടുത്ത് ഏറ്റവും വിലക്കുറവ് അതെ പച്ചക്കറി. അതായത് ഇവന്റെ അടുത്ത് ഞാൻ നിർത്താനുള്ള മെയിൻ കാരണം പച്ചമുളക്. ഈ കാണുന്ന പച്ചമുളക് കിട്ടി. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തിയത് കേട്ടോ. ഓരോ സാധനം ഞങ്ങൾ നിന്നത്. നീ എന്താ പച്ചമുളക് എടുക്കണം. ഓരോന്നോരോന്നായിട്ട് ഒപ്പിക്കട്ടെ. സംഭവം മാറി നിൽക്കാൻ ഇവിടെ ഉള്ളവരെല്ലാം ഭയങ്കര അരിശക്കാരാട്ടോ. നമ്മളെ പച്ചമുളക് അതിലെ അപ്പുറത്തെ അത് ആഡിഷ് പോലത്തെ സാധനം അല്ലേ? ആഡിഷ് പോലത്തെ സാധനം കേട്ടോ. ശരി, നമുക്ക് എന്നാ സാധനം മേടിക്കേണ്ട അടുത്തത് ഉരുളക്കിഴങ്ങ്. ഈ ഉരുളക്കിഴങ്ങാണ് നല്ലത്. ഇവനെ ഇതല്ലേ നല്ലേ? അതാണ് നല്ലത്. അല്ല ആ ഉരുളക്കിഴങ്ങാണ് നല്ലത്. ഈ ഉള്ളിയാണ് നല്ല ഉള്ളി. ഇതാണ് നമുക്ക് കറി വെക്കാൻ നല്ലത്. എത്ര വേണം? നാളെ പോരെ? നാളെ മേടിച്ചാൽ ചിലപ്പം ബാക്കിയുടെ വണ്ടിയിൽ ചിലപ്പം പോകാതെ കിടപ്പുണ്ടാകും കേട്ടോ. വണ്ടിയിലെല്ലാം പോയി ഇവനെ. വണ്ടിയിലെല്ലാം പോയി കാണും. ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയുടെ വലിപ്പം കണ്ടോടാ. എന്നാ വലിപ്പം അല്ലേ? ഭയങ്കര വലിപ്പം ഇട്ടോ. അത് ഭയങ്കര ഫ്രഷ്നെസ്. ചെളി പോലും ഇല്ല. കഴിയ കൊണ്ടുവരുന്നത്. എബിനെ, ഇത് മറ്റേ ഇതായിരിക്കോ? കഴിക്കുന്നതായിരിക്കോ? ഒരു 20,000 രൂപ ബില്ല് വരും കേട്ടോ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇത്രയും സാധനം മേടിച്ചാൽ എത്ര? 25,750 രൂപ. എത്രയാണ്? 2,575 രൂപ. 25,000 അല്ല, 2,275 രൂപ. എത്ര? 526 രൂപ. ഇത്രയും പച്ചക്കറി മേടിച്ചാണ്. നമ്മുടെ അവിടെയാണ് ഒരു കിൻഡിൽ മേടിച്ചിട്ട് പോവാ അല്ലേ? ഭയങ്കര പൈസ കൂടുതലാണ്. കിൻഡിൽ എന്ന് പറയല്ല, ഒരു വലിയൊരു സഞ്ചി, ഒരു 10-15 കിലോയുടെ സഞ്ചി. 2,575 രൂപ. ഇതൊരു ബാക്കി വരുന്നു. ഇവിടെ കോയിൻ പൈസ ഒക്കെ ഉണ്ടാ? 200 ചില്ലറ പൈസ. ആയിരത്തി എത്രയാ? ഇതേപോലെ പണ്ട് അംബാനിക്ക് ആർക്കും അങ്ങനെ ഇതേപോലെ കോയിൻ കിട്ടിയത്. പുള്ളി അത് ഉരുക്കി പൈസയാക്കി കാശാക്കി. നമുക്കും അതിന്റെ പരിപാടി തുടങ്ങിയാലോ? പുള്ളി പോകുന്ന ഉറപ്പല്ലേ? ഏതാ മേടിക്കണ്ടേ? വലിയ കടി മേടിക്കും. ആദ്യം പഴുക്കാത്ത മേടിക്കുക. പഴുത്തത് ഇപ്പം വെക്കാനും അങ്ങനെ വാങ്ങും. ഇതാണ് നല്ലത്. മൊത്തത്തോട് കൊലയോടുകൂടിയുള്ള. എന്നാ നീ കൊലയോടുകൂടി വാങ്ങും. എന്നെ ആൾക്കാർ തട്ടിയാണോ കൊണ്ടുവന്നത്? 900 എത്രയാണ്? 930 രൂപ. നീ ഇപ്പൊ എത്ര കൊടുത്തേ? ഞാൻ 2,000. 20,000. ഒറ്റ 10, 100, 1000, 2,000. ഇവിടെ 930 രൂപ. അത്രയും തക്കാളി, 1 കിലോ തക്കാളി പോലും ഇല്ല. 930. എൻ്റെ മോനെ 176 രൂപ ഒരു തക്കാളിക്ക്. ബാക്കി പിടി. അതെന്തൊരു പൈസയാണോ? ഇവിടെ സാധനങ്ങൾക്ക് വില കുറവാന്നേ ഉള്ളൂ കേട്ടോ. അല്ല, പൈസക്ക് മൂല്യം കുറവാന്നേ ഉള്ളൂ. സാധനങ്ങൾക്ക് പൈസയുണ്ട്. ഉണ്ട്. നല്ല വിലയുണ്ട് കേട്ടോ. ഇതിലും ഭേദം നമ്മള് മറ്റേതായിരുന്നു പെട്രോൾ പമ്പാ. ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത്. കാരണം ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇത്രയും പൈസ ആകുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇത്രയും പൈസ ആകുന്നില്ല. ഇപ്പം നമ്മുടെ സാധനം മേടിച്ചാൽ നല്ല പൈസ പോയി. കാരണം ചില സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ആട്ടോ. പൈസ ഈ കാണുന്നൊക്കെ പൂച്ചെടികൾ വിൽക്കുന്ന അമ്മച്ചിമാരാട്ടോ. പൂച്ചെടികൾ, അതിൻ്റെ വിത്ത്, അതുപോലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ നേരെ കയറി സാധനങ്ങൾ വല്ലതും കിട്ടുമോ എന്ന് നോക്കട്ടെ. ഇനി എന്തേലും മീറ്റ് ഐറ്റംസ് വല്ലതും ഇല്ലെങ്കിൽ തിരിച്ചു പോയിട്ടോ. അല്ല, വേറെ ഒന്നുമില്ല. അവിടെ ഇതിങ്ങനെ ഫ്ലോറുകളായിട്ടുണ്ടോ? കൂളിംഗ് ഗ്ലാസ് ഇട്ട് നടക്കാൻ പറ്റൂല, കണ്ണ് കാണൂല. ഏറ്റവും കൂടുതൽ ഞങ്ങൾ കണ്ടെത്തിയ സാൽമൺ ഫിഷ് ആട്ടോ. ഇത് 1, 2 ഒന്നുമല്ല, എല്ലായിടത്തും ഇത് തന്നെ സാൽമൺ. അതൊക്കെ ചിക്കൻ. സണ്ണീനെ മതിയോ? ഞാനിപ്പോ സണ്ണിയാ. ഇവിടെ ചിക്കൻ, മുട്ട, അതുപോലെ സംഭവങ്ങളാണ്. മുട്ടയ്ക്ക് 75 രൂപ. ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കടൽ മത്സ്യമൊന്നും ഇല്ല. കിട്ടും. കടയിൽ ചെന്ന് കഴിഞ്ഞാലും ഈ കാണുന്ന മൂണ്ടാനുണ്ടാവും. ഈ ടാലും ഉണ്ടാവും. ഇത് നമ്മുടെ ഏരിയ ആണോ?
അല്ല അരി നമുക്ക് സമ്മതിക്കണ്ട, ഞങ്ങളുടെ അരി നമ്മുടെ അരി 10 കിലോ ഉണ്ടോ? അരി ഉണ്ട്. 250 രൂപ. 250 രൂപ എന്ന് പറഞ്ഞാൽ തുട്ട് നമ്മുടെ നാട്ടിലെ 47 രൂപയാണ് ഈ കാണുന്ന 1/2 ലിറ്റർ വെള്ളത്തിന്. 250 വെള്ളം തോന്നുന്നു. 250. പിന്നെ 1 ലിറ്റർ എണ്ണയ്ക്ക് 45 രൂപ. എണ്ണയ്ക്ക് വിലക്കുറവാണ്. എടാ എന്തെങ്കിലും അവിടെ വെച്ച് മറന്നോ? ഭയങ്കര പൈസ കേട്ടോ. ഇതെന്നാടാ? കപ്ചന്ത്. അല്ല എന്തുകൊണ്ടാ പൈപ്പിൽ നിന്ന് ഞാൻ നോക്കുന്നത് കുറെ പേര് പൈപ്പിൽ നിന്ന് വെള്ളം പിടിക്കും. അന്നപ്പോഴും ഞാൻ ഇവനോട് പറഞ്ഞു, ഇവനോട് വെള്ളത്തിന് വില കൂടുതലേക്കും, വെള്ളത്തിന് വില കൂടുതൽ. 45 രൂപ നമ്മുടെ നാടത്തെ രൂപ വെള്ളത്തിന്. ആ കുഞ്ഞിതിന് 46 രൂപ ഡീസലിന്. എനിക്കറിയില്ല കേട്ടോ ഇവിടെ എന്താ നടക്കുന്നതെന്ന്. ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ നമ്മൾ ഞങ്ങൾ ഇതിലൊന്ന് കറങ്ങട്ടെ. ഇത് വലിയൊരു ഗ്രീൻ മാർക്കറ്റ് എന്നാണ് ഈ ഒരു സ്ഥലത്തിന് പേര്. ഗൈസ് ഞങ്ങളൊരു കട വന്നാണ്. ഞങ്ങളെ മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടി ഇത് മേടിക്കാണ്ട് ചിക്കൻ സോസേജ് വളച്ചിയെല്ലാം വലിച്ച് എറിഞ്ഞ് പൊളിച്ച കൈ തരുന്നത്. ഇത് നോക്കി ഇവിടെ ഏറ്റവും കൂടുതൽ സോസേജ് ആട്ടോ ആൾക്കാർ കഴിക്കുന്നത്. എല്ലാം പല ടൈം ഇവിടെയൊക്കെ അതെ. ഇത് ഉണക്കിറച്ചി കടയിൽ പിന്നെ ഇത് ഉണക്കപ്പോത്തിറച്ചി. പോത്തോടെ മമ്മിയാണോ? പോത്തായിരിക്കും. ഉണക്കപ്പോത്താട്ടോ. എല്ലാം ഉണക്കിയ ടൈപ്പുള്ള സാധനങ്ങളാണ്. അത് നേരെ അതിൻ്റെ അകത്ത് ഇട്ടോടാം. ഇവിടെ എല്ലാം അതായിട്ട് ഇത് ഫ്രണ്ടിലൊക്കെ ഇത് പന്നിയൊക്കെ ഇരിപ്പുണ്ട്. അതെല്ലാം ഉണങ്ങിയ ടൈപ്പാണ്. നോക്കൂ, ഇതുണ്ടോ? ഇത് ഫിഷ് ആട്ടോ ഈ കാണുന്നത്. ഫിഷാണോ? ആ ഇത് പന്നി. ഇത് പന്നി ഇറച്ചിയാണ്. ഇത് പന്നിയാടല്ലോ പിന്നെ ഒറിജിനൽ. ഇത് കറി വെക്കേണ്ട കേസേ ഉള്ളൂ. ഇതിനകത്ത് പകുതി ഇതാക്കുന്നുണ്ട്. എന്നാ ചൂടത്ത് വെച്ചിട്ട് ഒന്ന് ആക്കിയിട്ടാണ് ഇത് വാമാക്കിയ പന്നിയിറച്ചി ആട്ടോ ഈ കാണുന്നത്. ഇത് അതേപോലെ തന്നെ ഇവിടെയൊക്കെ നിറച്ചും സലാമീസ്. ഇതുണ്ടോ കോഴി അതേപോലെ തന്നെ. ഇതൊക്കെ അറ പോലെ. ഫുഡൊക്കെ വളരെ വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ ഇതിന് വില എന്ന് ചോദിച്ചു നോക്കട്ടെ. ഇതാട്ടോ പന്നിയിറച്ചി. ഈ കാണുന്നത് എന്നാന്ന് മനസ്സിലായോ? കുതിര ഇറച്ചി. ഹോഴ്സ് എന്ന് വെച്ചാൽ കുതിരയാണ് കേട്ടോ. കുതിര ഇറച്ചിയാണ് ഈ കാണുന്നത്. അപ്പൊ കുതിരക്ക് ഇത്ര നെയ്യുണ്ടോ? പിന്നെ ഓടുന്ന സാധനമല്ലേ. പന്നീനെ പോലെ തന്നെ കുതിരയ്ക്കും നെയ്യുണ്ട്. ഇതൊക്കെ എന്തോ സാധനങ്ങളാ? പൂവാടാ ഇതിനെ. നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് വീട്ടിൽ നിന്ന് വരുമ്പം മറ്റേ ആപ്പിളിൻ്റെ GPS ടാഗ് ഉണ്ട്. അത് മേടിച്ചിട്ടുകൊണ്ട് വേണം വരാൻ വേണ്ടി. എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഐഡൻറ്റിഫൈ വേണ്ടി. ഇനിയിപ്പോൾ വണ്ടി കണ്ടുപിടിക്കാൻ ഓടണം കേട്ടോ. കുറച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ പൊടികൾ, മഞ്ഞപ്പൊടി, മുളക് പൊടി, സുഗന്ധദ്രവ്യങ്ങൾ പൊടിച്ച. അല്ലടാ അത് കാശ്മീരിയാടാ. കാശ്മീരല്ലേ ഇവിടുത്തെ പിരിയമുളകായിരിക്കും. ഫൈനലി ഞങ്ങൾ അങ്ങനെ മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് വണ്ടി ഞങ്ങൾ ഔട്ടർ ഇറക്കട്ടെ. ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ വണ്ടി ഔട്ടർ ഇറക്കിയിട്ടുള്ള പരിപാടിയുള്ളൂ. ഇനി നമ്മൾ 7-8 ദിവസമുണ്ട് ഇവിടെ. അത് കഴിഞ്ഞാൽ ഫ്ലൈറ്റ്. അതിൻ്റെ ഇപ്പുറത്തേക്ക് നമുക്ക് പാർക്കിംഗ് ഒപ്പിക്കണം. നമുക്ക് ഇതുവരെ വണ്ടി ഇടാനുള്ളൊരു പാർക്കിംഗ് ശരിയായിട്ടില്ല. ഇതുണ്ടോ ഈ കാണുന്ന അങ്ങ് ദൂരെ നമ്മുടെ ചെറുക്കൻ കിടപ്പുണ്ട്. എല്ലാ ചിലവാട്ടോ ഇവിടെ. ചിലവിന് ഒരു കുറവുമില്ല. ട്രൗസർ കയറിപ്പോകുന്ന രീതിയിലുള്ള ചിലവല്ലടാ ലിവിന്. ഏകദേശം നമ്മൾ ഈ പച്ചക്കറി എല്ലാം മേടിച്ചാൽ ഏകദേശം മൊത്തം എല്ലാം കൂടെ ഏകദേശം അത്രയായെന്ന് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ചിലവുണ്ട്. ഞങ്ങൾ എന്തായാലും ഈ ടൗണിൽ നിന്ന് ആദ്യം വണ്ടി ഇറക്കട്ടെ. കാരണം ഭയങ്കര റഷാണ്. പിന്നെ അതേപോലെ തന്നെ വേറൊരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി. ഇവിടെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര കഷ്ടമാണ്. അപ്പം നെറ്റ്വർക്ക് കിട്ടുന്നതും നല്ല പാർക്ക് കിട്ടുന്ന സ്ഥലത്തും കൊണ്ട് അത് വണ്ടി വൃത്തിയാക്കി. കാരണം നമ്മൾ വണ്ടി വെച്ചിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വണ്ടി വൃത്തിയാക്കണം, ഭക്ഷണം വെക്കണം, പരിപാടിയുണ്ട്. എണ്ണ അടിക്കണ്ടേ? 2 ഗോവക്കാരെ കണ്ട കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ ഇന്ത്യക്കാരുണ്ട്. ഓക്കെ താങ്ക് യു. ഫൈനലി ഞങ്ങളങ്ങനെ ഈ കാണുന്നതിലേക്ക് ഞങ്ങൾ ചെന്ന് കയറാൻ വേണ്ടി തീരുമാനിച്ചു. നല്ല ബ്ലോക്കാണ്. രാവിലെ മുതൽ നമ്മുടെ നാട് പോലൊക്കെ തന്നെ കേട്ടോ. ഗ്യാപ്പൊന്നും തരത്തില്ല. ഇവിടുത്തെ നേഴ്സുമാരെ കണ്ടോ കേട്ടോ. നേഴ്സുമാര് ഗൈസ് നോക്കി ഇവിടുത്തെ നേഴ്സുമാർ കേട്ടോ. കള്ളക്കളവൻ അതിന്റെ ഇടയ്ക്ക് കൊണ്ട് കിട്ടല്ലോ ഇവിടെ ലിവിനെ. വേറെ പ്രത്യേകിച്ച് ഗൈസ് നോക്കൂ. ഫൈനലി ഞങ്ങൾ ഈ കാണുന്ന ഇതിലാണ് നേരെ ഫ്രണ്ടിലേക്ക് പോണേ. നിങ്ങൾ ശ്രദ്ധിക്കുക, കസാക്കിസ്ഥാനിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന സ്ഥലത്തുനിന്ന് എണ്ണ അടിച്ചോളുക. കാരണം എല്ലായിടത്തും എണ്ണ കിട്ടാൻ പാടായിരിക്കും. പിന്നെ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് ഇന്റർനെറ്റ് ഉപയോഗിച്ചോളുക. എല്ലാ സ്ഥലത്തുനിന്ന് ഇന്റർനെറ്റ് സ്പീഡ് ഉണ്ടാവില്ല. ബ്ലോക്ക് കഴിഞ്ഞു. ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. വലിയ ബിൽഡിംഗ് ആണ് കേട്ടോ. എല്ലാ സ്ഥലങ്ങളിലൊന്നുമില്ല. ഈ അൽമാറ്റി ആയതുകൊണ്ടായിരിക്കാം. ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് നേരെ ഹൈവേയിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഇവിടുത്തെ വീടുകളുണ്ടല്ലോ, കാശ്മീരിലൊക്കെ നമ്മൾ കാണുന്ന പോലത്തെ വീടില്ലേ, അതേപോലത്തെ വീടുകളാട്ടോ. നല്ല വലിയ സംവിധാനങ്ങളായിട്ടുള്ള വീടുകളൊക്കെ വളരെ റെയറാണ്. ഗൈസ് നോക്കൂ, ഇവിടുന്ന് എവിടുന്ന് എണ്ണ കിട്ടുന്നു അവിടുന്ന് അടിച്ചിട്ട് പോവാ. പെട്രോൾ പമ്പ് ഒന്നും എവിടെയും പോയി ഉറപ്പിക്കാൻ നിൽക്കേണ്ട. കാരണം ഭയങ്കര ഡിസ്റ്റൻസിലാണ്. ടൗണിൽ വലിയ വിഷയമില്ല, എല്ലാ സ്ഥലത്തും നല്ല ഡിസ്റ്റൻസിലാട്ടോ എണ്ണയും കാര്യങ്ങളൊക്കെ കിട്ടുക. അതുകൊണ്ട് ഇവിടുന്ന് എണ്ണ അടിച്ചിട്ട് പോവാം. അതായത് ഈ കാണുന്ന അൽമാറ്റി ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുവാണ്. അസ്താനിക്ക് വന്ന റൂട്ടിലേക്ക് ഞങ്ങൾ പോവാണ്.
കാരണം ഇവിടെ ഈ ടൗണിലൊന്നും വെച്ച് നമുക്ക് ഫുഡ് വെക്കാനോ അങ്ങനെയുള്ള പരിപാടിയും കാര്യങ്ങളൊന്നും നടക്കില്ല. ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞാട്ടോ. പക്ഷെ അതിൻ്റെ തണുപ്പൊന്നുമില്ല. ഇവിടെ പോയി അടിപ്പിച്ചിട്ട് വരണ്ടേ? ദിസ് ഈസ് ഡീസൽ ഡീസൽ ഡീസൽ. ആ ദാ അത് തന്നെ. ഗൈസ് ലിബിനെ ഞാൻ പോയി അടിച്ചിട്ട് വരാം. 40 ലിറ്റർ അല്ലേ? നീ വണ്ടി നോക്കണേ. ഗൈസ് നോക്കൂ, അതായത് ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിലേക്ക് ഇല്ല. നേരെ എന്നാൽ എൻ്റെ വണ്ടിക്ക് 40 ലിറ്റർ എണ്ണയാണ് വേണ്ടതെന്ന് പറയാം. അപ്പോൾ അവരത് സംഭവം സെറ്റ് ചെയ്ത് തരും. കാർഡ് കൊണ്ട് പോകണം കേട്ടോ. എല്ലായിടത്തും വിസ കാർഡ് എടുക്കും. പറഞ്ഞ് മനസ്സിലാക്കണേ ഉണ്ടല്ലോ. കർത്താവ് ഈശോ കുരിശെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ്. ദൈവം ഇവിടേക്ക് ഈ ഇത് കണ്ടോ 850 രൂപയ്ക്കുള്ള സംഭവം. പക്ഷെ അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. എനിക്കങ്ങനെ വലിയ ചിലവുറവായിട്ട് ഇവിടെ തോന്നുന്നില്ല. 4750 രൂപ 50 ലിറ്റർ ഡീസലിന്. അപ്രോക്സിമേറ്റ് എടാ ലിബിനെ 14750 രൂപ. ആ കൂട്ടി നോക്കാം കാൽക്കുലേറ്ററിലിട്ട്. അറിയുന്നുണ്ടോ വീടുണ്ടേ ആളത് വെച്ചിട്ട് ആളാളുടെ വഴിക്ക് ആണോ അടുപ്പിച്ചു കൊടുത്താണല്ലോ നമ്മള്. അംഗം കേസ് കേട്ടോ മൊത്തത്തില്. ഇവരെ ഇച്ചിരി മടിയന്മാരാട്ടോ. ആ കയറുന്നുണ്ട്. ഇവിടെ എണ്ണ വളരെ ചീപ്പാട്ടോ, അതൊരു യാഥാർത്ഥ്യമാണ്. ക്യാനിലും കൂടെ എണ്ണ അടിച്ച് വെക്കണമെന്ന് എനിക്കൊരു സംശയമുണ്ട്. പോയി ഫോണെ കൂട്ടി നോക്കി 2800 രൂപയ്ക്ക് നമുക്ക് 50 ലിറ്റർ എണ്ണ കിട്ടും. ആ എണ്ണ മാത്രമേ ലാഭമുള്ളൂ കേട്ടോ, വേറെ ഒന്നും ലാഭമില്ല. ഫുള്ളായോ? ഈ സംഭവം ഫിനിഷ് ആയിട്ടോ. ഓ വണ്ടി അടുപ്പിച്ച് നിർത്തിയില്ലെന്നും പറഞ്ഞാണോ? പറഞ്ഞ കാര്യമില്ല, ഈ കോലിന് വലിയ നീളമില്ലടാ. ബാക്കി പൈസ എനിക്ക് തന്നു കേട്ടോ. ഞങ്ങൾ 2 കുപ്പി വെള്ളം. പിന്നെ ഇങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡിന്റെ പൈസ. ഇതിലേതാ നല്ല വിലക്കുറവ്? അത് നോക്കുക, ഇതായിരിക്കും നല്ല. മെയിൻലി 2 ബോട്ടിൽ വാട്ടറും എണ്ണ അടിച്ച് ഞങ്ങൾ നേരെ പോവാ. ഇപ്പം കിട്ടും. ഭയങ്കര കലിപ്പ് മൈൻഡ് ആട്ടോ, അതായത് ഒരു റഫ് ആട്ടോ മൊത്തത്തില്. ബാ പോവാ ഇവനെ ടൗണിൽ നിന്ന് ഇറക്കിയിടാം. ബാ എണ്ണ അടിച്ച് ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. നോക്കിയാ ബ്ലോക്ക് നോക്കിയേ. ഇവർക്കാണ് ഇങ്ങനെ ഇടയ്ക്കൂടെ കേട്ടുന്നല്ല വലിയ താല്പര്യമൊന്നുമില്ല. ബ്ലോക്ക് ആട്ടോ. ഞങ്ങളുണ്ടല്ലോ ഈ കാണുന്ന ഹൈവേ കൂടെയാണ് വണ്ടി ഓടിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു തിരക്ക് റഷ്നെസ് അങ്ങ് മാറി കിട്ടുള്ളൂ. ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാട്ടോ. അപ്പം നമ്മൾ നല്ലൊരു വെള്ളമുള്ള ക്വീറ്റൊരു ഏരിയ കണ്ടുപിടിച്ചോട്ടോ. നമ്മുടെ നെപ്പോളിയൻ പിന്നെ ഇറക്കി കൊണ്ടുവരുന്ന നോക്കി. പക്ഷെ നമ്മൾ ഇങ്ങനെ ഇറക്കാൻ നേരത്ത് നമ്മൾ അടിമുട്ടാതെ നമ്മൾ നോക്കണം. അതേപോലെ തന്നെ നമ്മുടെ മണ്ണിന് എത്ര സ്ട്രെങ്ത് ഉണ്ടെന്ന് നമ്മൾ ആദ്യം നോക്കണം. ഞാൻ അതാണ് ഇറങ്ങിയിട്ട് ഫസ്റ്റ് വന്ന് നോക്കിയത്, മണ്ണിന് എത്ര സ്ട്രെങ്ത് ഉണ്ടെന്ന്. കാര്യം എന്താ വെച്ചാൽ ഇവിടെ വണ്ടി താന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 8ന്റെ പരിപാടി കിട്ടും കേട്ടോ. നമുക്കിന്ന് തുണി അലക്കണം, ഫുഡ് വെക്കണം, അങ്ങനെ. ഇതിവിടെ എനിക്ക് പറ്റുമോ? നല്ല അടിപൊളി വെള്ളമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വെള്ളം. ഗായ്സ് ഇങ്ങോട്ട് വരാൻ നേരത്ത് ജസ്റ്റ് അങ്ങനെ ചെരിച്ച് വണ്ടി എടുക്കുന്ന വഴിക്ക് അങ്ങനെ നമുക്ക് കയറി പോരാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടത്തെ സ്കേട്ട് തട്ടും. അതായത് നമുക്ക് അങ്ങേ അറ്റം വരെ പരമാവധി പോകാം കേട്ടോ. അങ്ങേ അറ്റം പോകാൻ പറ്റുമെങ്കിൽ നമ്മൾ പുഴയിലോട്ട് നന്നായിട്ട് കുളിച്ച് നല്ല വൃത്തിയാക്കി നമ്മുടെ തുണിയും അലക്കി നമുക്ക് നല്ല ഫ്രഷായിട്ട് നമുക്ക് പോകാൻ കേട്ടോ. ജസ്റ്റ് നമുക്ക് തിരിച്ചിറങ്ങാൻ നേരത്തെ ചിലപ്പം ഫ്രണ്ട് തട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് കുഴപ്പമില്ല. നമ്മുടെ ഫ്രണ്ട് ഭാഗത്തല്ല വെയിറ്റ്, ബേക്ക് ഭാഗത്തായതുകൊണ്ട് ഇങ്ങനെ കയറി വരും. ആ അതിലൊരു വഴിയുണ്ട്. അതിലെ വഴിയില്ല. അതിലെ വഴിയില്ല. ആ വഴി എന്തോ വേറെ എന്താ വഴിയും കണ്ട. ഓ ഗായ്സ് ഇവിടെ ഇഷ്ടം പോലെ ഓഫ് റോഡ് വെഹിക്കിൾ വരുന്ന കേട്ടോ. ഇത് നോക്കിയേ, ഓഫ് റോഡ് വണ്ടികൾ ഇങ്ങനെ തിങ്ങി വരുന്ന നോക്കിയേ. ഓഫ് റോഡ് സ്ഥലമാണെന്ന് എനിക്ക് തോന്നിയവനെ. നമുക്ക് ഇവിടെ തന്നെ ഇട്ടാ പോരെ. ഗായ്സ് നോക്കൂ, നേച്ചർ നോക്കി വന്ന കേട്ടോ. ഫുള്ള് പ്രാണി. എനിക്കും സായിപ്പിന്റെ അസുഖം പിടിച്ചാ. അതല്ലടാ, ഇത് എവിടെ നിർത്തും? എന്തോരം വണ്ടികളാ വരുന്നത്. നമുക്ക് അവിടെ ചേർത്ത് നിർത്താം. അതല്ലേ നല്ലേ. പിന്നെ ഇത് നോക്കിയാ ബൈക്ക് വരുന്ന നോക്കിയാ ഓഫ് റോഡ് വെഹിക്കിള് പറത്തി അടിച്ച്. ഇത് ഓഫ് റോഡ് പോകുന്ന വഴിയാ അവനെ. അല്ല ഞാൻ ഈ കട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ കയറാം. ആ കട്ടിങ് നമ്മുടെ വണ്ടി കാരാൻ ചാൻസ് ഉണ്ട്. കണ്ണിലും പോയി മൂക്കിലും പോയി വായിലും പോയി. ഇറങ്ങാം. നേച്ചർ എന്ന് പറഞ്ഞ് ഇറങ്ങിയതാട്ടോ. ഞങ്ങൾ ഇറക്കിക്കൊണ്ട് വന്ന് അതൊരു മണ്ടൻ തീരുമാനമായി. വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു പാർക്കിംഗ് സ്പേസ് കണ്ടുപിടിച്ചേട്ടോ. ഇതാണ് ആ പാർക്കിംഗ്. ആ ഒരു ദിവസം എത്ര പറഞ്ഞേ? 500 രൂപ നാട്ടിൽ 94 രൂപ വരുന്നുണ്ട്. അത്രേ ഉള്ളൂ. $1 ഒരു ദിവസം വരും. അത്രേ ഉള്ളൂ. പൈസ ഇതുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒരു പാർക്കിംഗ് ഉള്ള സ്ഥലം വണ്ടി എടുത്തോണ്ട് വരാൻ കേട്ടോ പറയുന്നത്. ഞാൻ പോയി നോക്കട്ടെ. അതായത് 10-30 ദിവസം എന്തായാലും വണ്ടി ഇടണം. അപ്പം അങ്ങനെ നോക്കട്ടെ. ഇവിടെ ഇപ്പം വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ചെറിയ പൈസ ഉള്ളൂ. ബാത്റൂം ടോയ്ലറ്റ് എല്ലാം കിട്ടും കേട്ടോ ഇവിടെ. ഫൈനലി ഇവിടെ ഒരു ദിവസത്തേക്കുള്ള പൈസ കൊടുക്കും കേട്ടോ. ഒരു ദിവസം എന്ന് പറയട്ടാ. യാ ഇവിടെ ഒരു ദിവസത്തേക്ക് 100 രൂപ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇട്ടിട്ട് നമുക്ക് പോകണം.
ഇതാന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് നല്ലതുണ്ട്. ഇവിടുന്ന് ഒരു ടാക്സി പിടിച്ച് എയർപോർട്ടിലേക്ക് പോകുന്നതല്ലേ. എയർപോർട്ടിലോട്ട് ഇപ്പൊ ഒരു വേറെ ഇരുന്നുണ്ട്, ഒരു മറ്റേ ആംബുലൻസ് ഒക്കെ ഇടുന്നോണ്ട് യാർഡുണ്ടെന്നുണ്ട്, അതിന്റെ അകത്ത് പേഴ്സണലായിട്ട് കയറ്റിയിടാന്ന് പറഞ്ഞു. ഒരു ചേട്ടൻ വിളിച്ചായിരുന്നു, നമുക്ക് നേരത്തെ നമുക്ക് അറിയാവുന്ന ചേട്ടൻ. അത് നമുക്ക് കിട്ടി തുറപ്പിക്കാം, എന്നിട്ട് അത് കിട്ടുവാണ് അങ്ങോട്ട് പോവാം. ഇന്നൊരു ദിവസമാണ് ഞങ്ങൾ ഇടാൻ പ്ലാൻ ചെയ്താക്കുന്നത്. ഭക്ഷണം ഉണ്ടായിക്കോളാൻ പറഞ്ഞു, ഭാഗ്യം ദൈവാനുഗ്രഹം. ഇവിടെ എവിടെയാടാ വെക്കുക ഇവനെ? സാധനങ്ങൾ ഇറക്കണ്ടേ? സാധനങ്ങൾ ഇറക്കണം. ഇവിടെ നല്ല വെയിൽ കുറവാണ്, ഇവിടെ വെച്ചാലോ? കസാരകളെല്ലാം ആദ്യം ഇറക്കാം. ഞങ്ങളിവിടുത്തെ വന്ന് അപ്പം ഫോട്ടോ ഒക്കെ എടുത്തിട്ടാട്ടോ പോയേക്കണം. അപ്പൊ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു നമ്മളല്ലേ ഇവനെ? അതെ, ഇഷ്ടപ്പെട്ടാൽ രക്ഷപ്പെട്ടു. അതായത് ഒന്ന് പച്ചക്കറികൾ അങ്ങോട്ട് വെക്കടാ. ഇതിന്റെ അകത്തോട്ട് തന്നെ വെക്കണേ. കസാരയിലല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നമ്മള് കൂടുതൽ സാധനങ്ങളാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. സാമ്പാറ്, പിന്നെ സോസേജ്, മെഴുക്കുപുരട്ടിയും കേട്ടോ. പിന്നെ നമ്മൾ 100 രൂപ കൊടുത്തു, 1000 രൂപയുടെ വെള്ളം എവിടെ നിന്ന് പിടിക്കുന്ന തോന്നുന്നത്. അതായത് വണ്ടിക്കകത്തുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇറക്കി. വെള്ളം, എണ്ണ, ഗ്യാസ്, അതുപോലെ നമ്മുടെ സ്റ്റൗ, അതുപോലെ സംഭവങ്ങൾ, പിന്നെ മസാലപ്പൊടി, പച്ചക്കറി, ഇതൊക്കെ ഇറക്കി. ഇനിയിപ്പോൾ ഇതിൻ്റെ മേളിൽ കുറച്ച് സാധനമുണ്ട് കേട്ടോ, അതും കൂടെ ഇറക്കി കഴിഞ്ഞാൽ പരിപാടി ഏകദേശം കഴിഞ്ഞു. കാണുന്ന വാഹനങ്ങളൊക്കെ ഇതുപോലെ പാർക്ക് ചെയ്തിട്ട് ആൾക്കാർ പോയാക്കുന്ന കേട്ടോ. ഈ കാണുന്ന ഉള്ളിൽ കയറ്റുന്നതിനാണ് ഈ പൈസ. ഇവിടെ നമ്മൾ സെക്യൂരിറ്റി സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടുത്തെ ഏറ്റവും കൂടിയ പൈസയാണെന്നാണ് ലിബിൻ പറഞ്ഞത്. കാരണം ലിബി ഇവിടെ ആളായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ, അതായത് ഇവിടെ $6 തൊട്ട് പാർക്കിംഗ് കൊടുക്കും. $1 വരെയാണ് പാർക്കിന്റെ ഏറ്റവും വലിയ ചാർജ്. പീക്ക് ലെവൽ. ഇപ്പൊ നമ്മൾ 1.something കൊടുത്തിട്ടുണ്ട്. അതിനോട് തന്നെ താഴെ പോയാൽ അതിവിടെ പ്രേതമുണ്ട്. ഞാൻ ഊരി കഴിഞ്ഞാൽ നമ്മുടെ ഈ കയറി പോകുന്ന സാധനം റെഡിയാവും കേട്ടോ. നിങ്ങളിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ട്, അത് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഭക്ഷണം മര്യാദയ്ക്ക് വെക്കാൻ പറ്റില്ല, അല്ലെ കൺജസ്റ്റഡ് ആയിരിക്കും കേട്ടോ. എന്നൊക്കെ എടുക്കാനുള്ളത്? ചൂക്കാറി വെക്കുന്ന പാത്രങ്ങൾ, ബാക്കിയെല്ലാം ഇവിടെ ഉണ്ട്. ഉണ്ടോ? നേരെ പോയിട്ട് കത്തി എടുത്തോ? നല്ല രീതി കയറില്ല കേട്ടോ, തൊട്ടുപിടിപ്പിച്ച് വെച്ചാക്കുന്ന സാധനം അത്. ശരിയല്ലേ? എല്ലാം പറഞ്ഞു ശരി. താക്കോല ഫ്രണ്ടിൽ തന്നെ കിടപ്പുണ്ട്. അത്യാവശ്യം സാധനങ്ങൾ ഉണ്ട് കേട്ടോ, ഓരോന്നോരോന്നായിട്ട് ഇറക്കാം. അവിടെ ഭയങ്കര ശല്യം കേട്ടോടാ. മറ്റേ പ്രാണിയല്ലേ, രാത്രി വണ്ടി കയറ്റാൻ നോക്കണം. കൈ തരണേ, വീഴ്ത്തരുത്. വേണ്ട. ഓക്കെ, അവിടെ ഓൾവേസ് സാധനങ്ങൾ ഇറക്കില്ല പോരെ. ഇതിപ്പം ഞങ്ങളുടെ ബോളിയായി കേട്ടോ, സത്യം പറയുവാണെങ്കിൽ ഞങ്ങളുടെ സാധനം മാത്രമേ ഉള്ളൂ. ഇതും കൂടെ ഓക്കെ കഴിഞ്ഞു. ഗൈസ് നോക്കൂ, ലിബി ഉണ്ടല്ലോ അരി എടുത്തോണ്ട് വന്നു. അരി കഴുകണം. ഇത് എന്തെന്നാടാ ഇവനെ പ്രാണി കൂടുന്നത്? ഇവിടുത്തെ പ്രാണി നമുക്ക് ഫ്രീയാ പാർക്കിന്റെ. എനിക്ക് തോന്നുന്നു രാത്രി ഇവിടെ കിടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, കാരണം നല്ല രീതിയിലുള്ള പ്രാണി ഉണ്ടാവും. ഇത് കഴുകി വൃത്തിയാക്കി എടുക്കണ്ടേടാ. വെള്ളം കുത്തരി ആയതുകൊണ്ട് നല്ല രീതിയിൽ കഴുകിയില്ല, അതിനൊരു ചൊവയുണ്ടാവും. ഒരു കുത്തലുണ്ടാവും. ഇവിടെ വെള്ളം ഒഴിക്കാട്ടോ, കുഴപ്പമൊന്നുമില്ല. വേസ്റ്റ് വെള്ളം ഒഴിക്കായിരുന്നു മതി കേട്ടോ. ലിബിയെ 3 പ്രാവശ്യം ചോറ് കഴുകി ലിബി ചോറ് ഊറ്റി കേട്ടോ. ശരിക്കും കരോട്ടെ ബ്ലൂ ബെൽറ്റ് കിട്ടി. ബ്ലൂ ബ്ലഡ് കിട്ടി കേട്ടോ ലിബിക്ക്. അതിനടാ ഫൈനലി റൈസിൽ വെള്ളം ഒഴിച്ചു. നേരെ വെള്ളത്തിന് പോകുന്നു. അവൻ്റെ അടുത്ത് എടുത്തോളാൻ പറയുന്നു. എന്നോട് ഇങ്ങനെ ചോദിക്കുന്നു. ഭയങ്കര പ്രാണി കേട്ടോ. ഒരെണ്ണം എൻ്റെ അണ്ണാക്കി പോയി. ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇവിടുത്തെ പാടങ്ങളിൽ ഇങ്ങനെയാണെന്ന് തോന്നുന്നല്ലേടാ ഇവനെ. എന്നാ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് തോടുണ്ട്. ആ തോടിന്റെ അടുത്ത് പുല്ലുണ്ട്. പുല്ലിന്റെ അടുത്ത് പശു വരും. പശു വന്നിട്ട് അവിടെ നിന്ന് മെയ്യും. അങ്ങനെ ആകുമ്പോഴാണ് ഈ സാധനം വന്നത്. ഇതിൽ കൂടുതൽ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. ഈ സാധനം കത്തിക്കുന്നു. തീ വന്നു, നേരെ തീ വരുന്നു. നമ്മുടെ ചോറ് കയറ്റി പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇനി ഒരു 12 വിസിലടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ചിന്തിച്ചാൽ മതി. ആ സമയം കൊണ്ട് ഇനിയിപ്പം ഞാൻ കുറച്ച് പരിപാടിയുണ്ട്. കറിക്കുള്ള അരിയണം. നമ്മളിന്ന് വെക്കാൻ വേണ്ടി പോകുന്നത് സാമ്പാർ വെക്കണമെന്ന് വിചാരിച്ചു. അപ്പം സാമ്പാർ പൊടി തന്നു വിട്ടില്ല, അതുകൊണ്ട് മസാലക്കറി പോലത്തെ എന്തെങ്കിലും പരിപാടി. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ സോസേജ്, മെഴുക്കുവരട്ടി. പിന്നെ എന്നാ വെക്കുന്നത്? മതിയടാ. കഴിഞ്ഞ ദിവസം മേടിച്ചു ചീഞ്ഞു പോയത്. ഇവിടുത്തെ ഒരു ഉള്ളിയുടെ വലുപ്പം കേട്ടോ നിങ്ങൾ ചൈനയിലെ. ശരിയാ, ഇന്ന് മേടിച്ച് നമ്മൾ എടുക്കുന്നില്ല കേട്ടോ. പരമാവധി കഴിഞ്ഞ ദിവസം നമുക്ക് എടുക്കാം. ഇതിൻ്റെ അകത്ത് എന്നൊക്കെ ഉള്ള ലിബിനെ? അതിൻ്റെ അകത്ത് നമ്മൾ ചെക്ക് ചെയ്യണം. ഇത് ചിക്കൻ സോസേജ്. ഇതിനടാ മല്ലിയില, പിന്നെ പച്ചമുളകും. ഇത് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്യണം. പച്ചമുളക് അതിൻ്റെ അകത്ത് പോരാ ലിബി? അത് മതി. ഇതിൻ്റെ അകത്തുള്ള മല്ലിയില കുറച്ചെടുത്ത് ഇതിൻ്റെ അകത്ത് ഇടാം. പിന്നെ അതുപോലെ ഉരുളക്കിഴങ്ങ് വേണം. ഒരു 2 ഉരുളക്കിഴങ്ങെങ്കിലും ഇല്ലാതെ എന്തൊരു ആഘോഷം അല്ലേ ലിബിനെ? അതെ. ഇഞ്ചിയുടെ വലിപ്പം നോക്കിയേ. എനിക്ക് തോന്നുന്നു ഇത് ബട്ടാന്ന് തോന്നുന്നത്. ഇഞ്ചി ബട്ടാന്ന് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഇതിന് വട്ടാന്നാ തോന്നുന്നത്. നിനക്കോ? കഴിക്കോ നോക്കണേ ആദ്യം. ഇത് നോക്കിയേ, ഒരു വെളുത്തുള്ളിയുടെ വലിപ്പം നിങ്ങൾ നോക്കിയ സുഹൃത്തുക്കളെ. ഇതെന്നാ വലുപ്പം, അടിപൊളി ഫ്രഷാ സാധനം. ഇത് എന്നതാണ് ഇത്? വെളുത്തുള്ളി തന്നെ കേട്ടോ, സംശയമൊന്നുമില്ല. ആവശ്യമായ തക്കാളി, ഉരുളക്കിഴങ്ങ്, മല്ലിയില, സബോള സാധനങ്ങളൊക്കെ എടുത്തു.
അതിൽ ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ അകത്തൊരു പീൽ ചെയ്തിട്ട് വേണം ബാക്കിയെല്ലാം ഒരുമിച്ച് കഴുകാൻ. ഉരുളക്കിഴങ്ങ് ആദ്യം എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പരിപ്പുണ്ടല്ലോ ഇവനെ കുക്കറിലിട്ട് അടിക്കാം. കുക്കറിൽ 4 അടി അടിച്ചിട്ട് പിന്നെ ഒന്ന് വെന്ത് കഴിഞ്ഞ ശേഷം ഈ കാണുന്ന ഇതെല്ലാം കൂടി അതെ മൂണ്ടാല് കൈസ് നോക്കൂ. എന്നിട്ട് മസാല ഒക്കെ ഇട്ട് അതിൻ്റെ അകത്ത് ആക്കിയിട്ട് അങ്ങനെ എടുക്കുന്നതായിരിക്കും ബുദ്ധിപരമായി നീക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നിനക്കോ? പേസ്റ്റ് എല്ലാം കൂടെ ഞങ്ങൾ ഇതിന്റെ അകത്തോട്ട് ഇടുന്നത്, കാരണം അതാകുമ്പോൾ എടുത്ത് കളയാൻ അവസാനം ഒരുമിച്ച് അങ്ങ് എടുത്ത് കളഞ്ഞാൽ പോരെ. അതെ, ഇതൊരു വിസിലൊന്നും അടിച്ചില്ല കേട്ടോ ശരിക്കും. ഇത് ഹീറ്റായി വെള്ളത്തിലേക്ക് അരി ഇടുവാണ് പെട്ടെന്നായതിന്. ഒരു ഉള്ളിയുടെ വലിപ്പം നോക്കിയാൽ 1/2 കിലോ മേളിലുണ്ട്. 1/2 കിലോയുടെ മേളിലുള്ള ഒരു വലിയൊരു ഉള്ളിയാ കേട്ടോ, വമ്പൻ ഉള്ളിയാ. അത് കൈ പിടിക്കണേ തന്നെ 2 ആള് താങ്ങ് കൊടുക്കണം കേട്ടോ. അതായത് നമ്മളൊരു വലിയ പൊങ്ങില്ലേ, പൊങ്ങിനേക്കാളും വലുത് വലിയൊരു തേങ്ങയുടെ അത്ര ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു ഒത്ത തേങ്ങ, അതാണ് സെയിം സാധനം കേട്ടോ. ഈ കാണുന്ന ചൈനീസ് ഉള്ളി കേട്ടോ ഈ കാണുന്നത്. എന്റെ കർത്താവ് എന്നെ വെളുപ്പോടാവേ. മതി മതി മതി, അത്ര കളഞ്ഞാൽ മതി. കൈസ് നോക്കൂ, ഞങ്ങള് വെജിറ്റബിൾ എല്ലാം ഒരു വെള്ളത്തിലേക്ക് ആക്കിയിട്ട് ഇനി കഴുകി വേണം ഓരോന്ന് അരിഞ്ഞ് റെഡി. അത് കഴുകണ്ട, അതൊന്ന് വെള്ളത്തിൽ മുക്കി എടുത്തു തരാടാ. അത് വെള്ളത്തിൽ മുക്കി എടുക്കുന്നത് നല്ലത്. ചൈന ഉള്ളി എടുക്കുന്നു, വലിയൊരു ചക്ക പോലത്തെ ഉള്ളിയാ. അറിയാൻ പറ്റുന്നില്ല, അത്ര കട്ടിയവനെ. നല്ല വലുപ്പമുള്ള ഉള്ളിയാട്ടോ. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ ഉള്ളിയുടെ ആവശ്യമില്ല. പക്ഷെ അങ്ങ് എടാ നോക്കണേ ആദ്യം ഉള്ളി മാറ്റി വെക്കടാ ഇവനെ. വെല്ലുള്ളി പറഞ്ഞു ഗൈസ് നോക്കൂ, വലിയ ചക്ക പോലത്തെ. എടാ ഇവനെ 2 ആക്കട, എന്നിട്ട് അരിയടാ, അല്ലെങ്കിൽ വേവൂലായിരിക്കും. നല്ല തീരുമാനം ഗൈസ്, അതായിരിക്കും ഏറ്റവും നല്ല കാര്യം കേട്ടോ, കാരണം അത്രയും വലുപ്പം വന്നേ. അതെങ്ങനെ ശരിയാവും? നമ്മുടെ അവിടുത്തെ ഒരു ഉള്ളി ഒരു 4-1 ഉണ്ട്. 4-1 ഹൈബ്രിഡ് സാധനങ്ങളാണ്. എനിക്ക് തോന്നുന്നു പറഞ്ഞ ഹൈബ്രിഡ് ആയിരിക്കും, അങ്ങനെയുള്ള എന്തോ സെറ്റപ്പ് ആണ്. ഇതെല്ലാം ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ഈ കാണുന്ന ഉള്ളി ഞങ്ങൾ അരിയുന്നത്. അല്ലെങ്കിൽ എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് തെന്നിപ്പോവാ. നമുക്ക് കട്ടിംബോർഡ് ഇല്ലല്ലോ, കട്ടിംബോർഡ് ഇല്ലാത്തതുകൊണ്ട് തെന്നി പോവാ കേട്ടോ. സാമ്പാറില്ല എങ്കിലും സാമ്പാറിന് വേണ്ടി ഞങ്ങൾ ഉള്ളി റെഡിയാക്കി എടുക്കുക കേട്ടോ. അത് വേണ്ട അത്ര വലിപ്പിരുന്നോട്ടില്ല. പിന്നെ ശേഷം അന്വേഷിക്കാൻ വേണ്ടി വന്നു, പുള്ളി പോയിട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു മനുഷ്യനാണെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ എവിടുന്ന് എങ്ങനെയാന്നൊക്കെ ചോദിച്ചിട്ടാ പോയേക്കുന്നത് കേട്ടോ. പിന്നെ നമുക്കൊരു ടേബിൾ മേടിക്കണ്ടേ, ഇത് വലിയ മണ്ടത്തരോ കാണിച്ചേ. ഇവിടെ എവിടുന്നേലും ഒപ്പിക്കണം കേട്ടോ. സാർ അടുത്തുണ്ടല്ലോ ഉരുളക്കിഴങ്ങ്. അങ്ങനെ ഓരോന്ന് അരിഞ്ഞ് ഞങ്ങളുടെ മിസംബിള സെറ്റ് ആക്കട്ടെ ആദ്യം, എന്നിട്ട് ഇനി കാണാം കേട്ടോ. യഥാർത്ഥ ചൈനീസ് ചിക്കൻ ഒന്നും, യഥാർത്ഥ ചൈനയിലെ ചില്ലി ചിക്കൻ ഒന്നും നമ്മളെ കൊണ്ട് കഴിക്കാൻ പറ്റുന്ന സാധനമല്ല കേട്ടോ. യഥാർത്ഥമായിട്ടുള്ള ഞാൻ പോയി കഴിച്ചാ അത് ആലോചിക്കുമ്പോ എനിക്ക് ഛർദ്ദിക്കാൻ വരും കേട്ടോ. ഇപ്പോഴും ഒരു തക്കാളിയുടെ വലിപ്പം നോക്കിയാ. ഹായ് ഇന്ത്യ ഈറ്റിംഗ് ഫുഡ്. വെള്ളം അടിക്കുന്നുണ്ട് കേട്ടോ, അതായത് പൊടിക്ക് വേണ്ടി. അതിന്റെ വണ്ടി വല്ലതും വന്ന് കിടപ്പുണ്ടോ എനിക്കറിയത്തില്ല കേട്ടോ എന്നാ സംഭവം എന്നുള്ളത്. വളരെ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് പുള്ളി വന്ന് പറയുന്നത്. എന്തൊക്കെയോ പറയുന്നുണ്ട്. റൂഷോ എന്ന് പറഞ്ഞ ഭാഷ മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. റൂഷോ സെൽഫി എടുത്തോളൂ. വൈസ് ഒരു വെളുത്തുള്ളിയുടെ വലിപ്പം നിങ്ങൾ ശ്രദ്ധിക്കൂ. എന്തൊരു വലിപ്പം നോക്കി. അതിൻ്റെ ഒരു എതിൽ കാണിച്ചു. അങ്ങനെയല്ല, മൊത്തത്തിൽ എടുക്കില്ല ബി, ഓരോ എതിൽ വെച്ചെടുക്കില്ല ബി. എൻ്റെ എതിൽ കാണിച്ചാടേ പിന്നെ, അതിൻ്റെ എതിലിൻ്റെ വലിപ്പം കാണിച്ച നീ. എൻ്റെ അമ്മ ചക്ക പോലെ ഇരിക്കൂടെ, ചക്ക. വെള്ളം തന്നെ കേട്ടോ പുള്ളിക്കാരൻ, അതാണ് സംഭവം. ശ്രദ്ധിക്കണമെന്നുള്ളതാണ് പറഞ്ഞത് കേട്ടോ. 3 അടി അടിക്കും, 8 അടി അടിക്കണം. 8 അടി അടിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ചോറ് റെഡി കേട്ടോ. ആണോ? ഐസ് നോക്കൂ, ഇത്ര നേരം വരെ ലിബിയായിരുന്നു അരിഞ്ഞുകൊണ്ടിരുന്നേ. പച്ചക്കറി എല്ലാം അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം ചോറ് ഇപ്പം എത്രയാടാ? ചോറ് 4. ഏകദേശം കള്ളത്തരം പറഞ്ഞില്ലോ ഞാൻ നോക്കിയത്. കാരണം ഇവനെ ഊമ്പിക്കും കേട്ടോ. കാരണം 4 അടിച്ച് കഴിഞ്ഞാൽ പറയും 5. ഇത് ഇങ്ങനെ റാറാവൂലേടാ. ഒറിജിനൽ ചിക്കനാ. സംശയിക്കണ്ട, സത്യം തന്നെ. ആ പുള്ളിക്കാരി ഞാനും വിചാരിച്ച് പറ്റിച്ചാണെന്ന്. എന്നിട്ട് കഴിച്ചു നോക്കി. നമ്മൾ കഴിഞ്ഞ ദിവസം കഴിച്ചില്ലേ ഡോണറ്റ്, അതിൻ്റെ അകത്ത് കിട്ടുന്ന സെയിം സാധനം തന്നെ. ഇതിന്റെ കവറിങ് ഉണ്ടോ അവിടെ? അല്ലെങ്കിലും ചൈനയിൽ ചെന്ന് നിങ്ങൾ സോസേജ് മേടിക്കാൻ നേരത്തിൽ ശ്രദ്ധിക്കണം കേട്ടോ. അവിടുത്തെ സോസേജിന് ഒരു കൊറിയൻ, അവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കൊറിയൻ സാധനം ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. ചൈനയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്യുന്ന കൊറിയൻ ജപ്പാൻ സംവിധാനങ്ങളൊക്കെയാ അല്ലേ. ഡ്രസ്സിങ്, അതുപോലെ തന്നെ ഫുഡിന്റെ സാധനങ്ങളൊക്കെ, നൂഡിൽസ് ഒക്കെ കൊറിയൻ പ്രോഡക്റ്റ് ആട്ടോ അവിടെ ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന കണ്ടത്. അതിൽ നമ്മുടെ സാധനങ്ങൾ ഓരോന്ന് അരിഞ്ഞു. ഞങ്ങളുടെ അടുത്ത സ്റ്റൗ വെച്ചോട്ടെ. ഞങ്ങളുടെ അടുത്ത് ഇപ്പൊ മൊത്തം എത്ര ഉണ്ടോ? 4 3 4 5 ഉണ്ട്. ഗൈസ് നോക്കൂ, 4 5 ഉണ്ട്. ഇതാണ് നമ്മുടെ ഇതിനു വേണ്ടിയുള്ളതും. പിന്നെ അതുപോലെ തന്നെ സാമ്പാറല്ല, മസാലക്കറി പോലെ ഒരു സാധനം കേട്ടോ ഞങ്ങൾ വെക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള സാധനം ഇതാണ് സാധനത്തിനുള്ള സാമ്പാർ തന്നെ. പക്ഷെ സാമ്പാർ പൊടി ഇല്ലാതായിപ്പോയി. ഞാൻ ഇത്ര ദിവസം വിചാരിച്ച ഉണ്ടെന്ന്. നീയോ? ഞാനും ഉണ്ടെന്ന് വിചാരിച്ചേ. ഞാൻ പ്രത്യേക സാമ്പാർ പൊടി വാങ്ങണം പറഞ്ഞ അപ്പനെ പറഞ്ഞു വിട്ടാ. ഇത്രയും വെളിച്ചെണ്ണ, നല്ല ചീട്ടിലും പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു.
ഇച്ചിരി കൂടി പോയല്ലോ അത് കുഴപ്പമില്ല, അതിനാ ഞാൻ പാടുമ്പോൾ ശരിയായി പോകും. ഇച്ചിരി അല്പം പൊടിക്ക് വെളിച്ചെണ്ണ കൂടി പോയിട്ടോ, സാരമില്ലായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് നമുക്ക് ഈ കാണുന്ന നമ്മുടെ ഉള്ളി, പിന്നെ കുറച്ച് തക്കാളി, കുറച്ച് പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഇത്രയും സാധനം നമുക്ക് ഇട്ട് കൊടുക്കാം. അതോടുകൂടി പരിപാടി കലാശ്. അപ്പം ബാക്കിയുള്ള ഉള്ളി നമ്മൾ തന്നെ ചെയ്യും. പരിപാടി പാലയുടെ പിന്നെ ഉൾട്ടേപ്പി അതിനാ ഇതിന് വാടി വന്നതിന് ശേഷം ഉപ്പ് അതാ ബേക്കിൽ എന്റെ വെക്കില്ല ചോറ്റുപാത്രത്തിന് മുകളിൽ പെട്ടെന്ന് നമുക്ക് വാടി കിട്ടുള്ളൂ. അപ്പം ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കി വരട്ടി എടുക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ ഈ സാധനം വാടി വരുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ചിക്കൻ മസാല ഇടും. ചിക്കൻ മസാല ഒരു ഇച്ചിരി മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ടതിന് ശേഷം, നമ്മൾ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം ഇതിൻ്റെ അത് ഈ ചിക്കൻ സോസേജ് ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ സോസേജ് റെഡി ആയിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇംഗ്ലീഷുകാർ വേറെ രീതിയിലാണ് വെക്കുന്നത്. ഇത് നമ്മുടെ അവിടെയുള്ള ആൾക്കാർ ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് പരിതാപപ്പെടുത്തി കേട്ടോ. സംഭവം പണി പാളിപ്പോയി കേട്ടോ. സംഭവം ഞങ്ങൾ ഇതുണ്ടോ ഈ അരിഞ്ഞ് ഇച്ചിരി കൂടിപ്പോയി. അപ്പം ഞങ്ങൾ തക്കാളിയും ഉള്ളിയും കൂടെ ഒരു റോസ്റ്റ് പോലെ വെക്കണം. നോക്കിയേ, ഇവിടെ കിട്ടുന്ന ഫ്രഷ് തക്കാളി നോക്കിയേ, നല്ല കിണ്ണം തക്കാളി എന്ന് വെച്ചാൽ നല്ല കിണ്ണം തക്കാളി കേട്ടോ. ഇവനെ അതായിരിക്കും നല്ലത് കേട്ടോ. അങ്ങനെ വെക്കാം. ഒരു റെനോൾട്ടിന്റെ ട്രിക്ക് അതേ പോകുന്നു. ആ സമയത്ത് ലിബി ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങൾ തക്കാളി റോസ്റ്റ്, അതായത് പിന്നെ ഉള്ളിയും തക്കാളിയും കൂടെ ഒരു സംഭവം ആക്കാന്ന് വിചാരിച്ചു. കിട്ടുന്ന സാധനമല്ലടാ, ആയിരിക്കും ഇവിടെ ലിബി. ഇവിടെ എൻ്റെ സോസേജിനുള്ള സാധനങ്ങൾ വരണ്ടുകൊണ്ട് വരും. എന്ന് വെച്ചാൽ തീ കൂടുതലായിട്ട് സാധനം ഇത്തിരി അഗ്രസീവാണ്. ചില സമയത്ത് ഇതൊന്ന് വരണ്ട് വന്നതിന് ശേഷം വേണം ഇതിൻ്റെ അത് മസാല ഇട്ട് അത് മൂപ്പിച്ചെടുത്ത് ലെവലാക്കാൻ. ലിബി അതേ സമയത്ത് തന്നെ നമ്മുടെ അടുത്ത സാധനത്തിലുള്ള സംവിധാനങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കാണുന്ന ഒരു കൂടിൻ്റെ അകത്താണ് ഇരിക്കുന്നത് കേട്ടോ. അതെല്ലാം ഞാൻ എടുത്തായിരുന്നല്ലോ ലിബിയെ. ഏതാ പാത്രത്തിനകത്തുണ്ടല്ലോ, ആ പാത്രത്തിനകത്ത് നോക്കിയാൽ ബേക്ക് അതിൻ്റെ അകത്തുണ്ട്. ചിക്കൻ മസാല മാത്രം മതിയിട്ട് ഇതിന് വേറെ ഒന്നും വേണ്ട. ഇത് ശ്രദ്ധിച്ചില്ല കരിഞ്ഞു പോകും, അതാണ് വേറൊരു പ്രശ്നം കേട്ടോ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അല്ലേ ലിബിനെ? അതെ ശ്രദ്ധിച്ചില്ല ഇത് കരിഞ്ഞു പോകും. പിന്നെ നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ചിക്കൻ മസാലയൊക്കെ ഇട്ട് സാധനം ഇളക്കി കൊടുക്കുക കേട്ടോ. അയ്യോ ഇതന്നെ ലിബിനെ ഇന്ന് ഇത്തിരി ചൂട് കൂടുതൽ. ഇന്ന് നമ്മൾ സ്ഥലം മാറിയില്ലേ? അതിന്റെ അല്ലടാ, ഈ കാണുന്ന ഇത് ഭയങ്കര അഗ്രസീവായിട്ട് പ്രവർത്തിക്കുന്നു. ഇതിന്റെ അകത്തല്ലേ? ഇത്രയും ദിവസം നമ്മള് തണുപ്പിന്റെ അകത്തല്ലേ ഇവന് ഇത് ഇന്നേ, അതുകൊണ്ടാണ് ഇതാക്കാതെ. ഇവന് സാധനം ഇട്ട് കരിഞ്ഞു പോന്നു. ഇല്ല ഓഫാക്കിയോ ഗൈസ്? നോക്കി ഇത് നന്നായിട്ട് വാടണമെന്ന്. അല്ലെങ്കിൽ പച്ചക്കുത്തുണ്ടാവും കേട്ടോ, പച്ചക്കുത്ത്. അപ്പൊ തന്നെ വേറൊരു മണം വരുന്നത് എന്തോന്ന് കരിഞ്ഞോ? ഗ്യാസിന്റെ ആണോ? ആയിരിക്കില്ല ഗൈസ്. നോക്കി ഇതിൻ്റെ അകത്ത് കുറച്ച് മസാലകളുണ്ട്, അതെല്ലാം എടുക്കട്ടെ കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. എന്ത് ചെയ്യും ഇവന്? കുരുമുളക് പൊടി ഏതാ ബോക്സിൻ്റെ അകത്ത് മേളില ആണോ? മേളില ഗൈസ് നോക്ക്, കുരുമുളക് പൊടിയൊക്കെ മേളിലായി. പുള്ളിക്കാരൻ വെള്ളം വെച്ച് ചെയ്യുന്നതിൻ്റെ മണം ആണോ? നമ്മുടെ മസാല റെഡിയായി. ഇനി ഇതിലേക്ക് ഈ സോസേജ് അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇവിടെ നിന്ന് ഒരൽപ്പം പൊടിക്ക് ഇതൊക്കെയാ പറയുന്നുണ്ട് ഗൈസ്. ഇതിൻ്റെ അകത്ത് ഞാൻ മല്ലിയില ഇട്ട് കൊടുത്തു. ഇനി ഇത് ഇങ്ങനെ ഇളക്കി പിടിപ്പിച്ച് ഇതിനൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ആ സമയം കൊണ്ട്, ഇത് ചൂടാകുന്ന സമയം കൊണ്ട് എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് ചോറ് ഊറ്റാണ്ട് ആദ്യം ഇവനെ ഒന്ന് ചൂടാക്കി വിട്ടെ. എന്നിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചെടുത്ത് വെക്കണം. അതിനാണ് ഇവന് പറഞ്ഞ് വെള്ളം എടുക്കണമെന്നോ? വെള്ളം വേണേൽ അപ്പുറത്തുനിന്ന് എടുത്തോളാം. നല്ല മനുഷ്യന്മാരാട്ടോ. അവിടെയാണ് നമ്മൾ ഭക്ഷണം വെച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് ഞങ്ങൾ ഇങ്ങോട്ട് ചോറ് കൊണ്ടുവന്നു, ചോറ് ഊറ്റാൻ വേണ്ടി കേട്ടോ. സത്യം പറഞ്ഞാൽ ടുഡേ മോർ ടയേർഡ് മാൻ. ഒന്നും ചെയ്യാനൊന്നുമില്ല. പൊക്കി വിട്ടോ. വെള്ളമില്ല കേട്ടോ, വെള്ളമില്ല. എന്തോന്ന് നോക്കിക്കട കഴിയിട്ട് സാധ്യതയില്ലടാ. ഓവർ എന്തുവാൻ സാധ്യതയില്ല ഗൈസ്. ചോറ് ഊറ്റി ഞങ്ങൾ ഇവിടെ കൊണ്ട് വെച്ചു. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ചോറുണ്ട്, അത് കുറച്ച് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് പരിപ്പ് കഴുകി അതിൻ്റെ അകത്തോട്ട് പെട്ടെന്ന് തന്നെ നോക്കണം. ലിബിന് അതിൻ്റെ ഗ്യാസ് പോകൂടാ, ഓഫാക്കിയതല്ലേ ഗൈസ്? നോക്കൂ, ലിബി ഉണ്ടല്ലോ പരിപ്പ് കഴുകാനെടുത്തു. ആ പരിപ്പ് കഴുകിയതിന് ശേഷം വേണം അതിൻ്റെ അകത്തോട്ട് തന്നെ വെള്ളം വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ വെക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഇവിടെ മസാലയൊക്കെ ചൂടാക്കിയിട്ട് നേരെ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, എടുത്തിടും. എന്നടാ ആണോ? ഒറിജിനല ഫുള്ള് കളറാണോ? അത്യാവശ്യം വെള്ളം ഒഴിച്ചു കേട്ടോ. അല്ല ഇതിനെ അത്ര വേണ്ട, ഇച്ചിരി കൂടെ. ഗൈസ് ലിബിനോടെ പരിപ്പ് കയറ്റി. അതേ സമയത്ത് എൻ്റെ സോസേജ് ആയിട്ടോ കിട്ടുന്ന സാധനം അടിപൊളി കേട്ടോ. ഏതാടാ
കഴിച്ച് നോക്കൂ. ഈ കാണുന്ന മൂടി കൊടുക്കട്ടോ കേട്ടോ. അവനെടുത്തു. ഈ കാണുന്നതാണ് നമ്മുടെ മസാലക്കറി. പരിപ്പും അതേപോലെ തന്നെ നമ്മുടെ വെജിറ്റബിളൊക്കെ ഇട്ട് നമ്മളൊരു കലക്ക സാധനം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇതെടുക്കാം അല്ലേടാ ലിബിനെ. കഴിച്ച് നോക്കൂ. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് എന്താ ആവശ്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ആവശ്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമുക്ക് മറ്റേത് വെക്കാം അല്ലേടാ ലിബിനെ. ഓരോന്നിനും ഓരോ മറ്റേത് അങ്ങ് മസാല ഇട്ട് ഇളക്കി എടുത്താൽ മതി. മൊത്തത്തില് ഇതൊന്ന് മൊത്തത്തിലൊന്ന് എണ്ണ ഇട്ട് വാട്ടിയെടുത്ത് മസാല ഇട്ട് വാട്ടിയെടുത്ത് ഇതിൻ്റെ അകത്ത് ആ വെള്ളം എടുത്ത് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒന്ന് മൊത്തം ലെവലാക്കി എടുക്കേണ്ട കേസേ ഉള്ളൂ കേട്ടോ. ഇത് വാടുന്നു. അതിലൊരു 4-5 വിസിലടിക്കുന്നു. അതിൻ്റെ അകത്ത് പറവടേന്നുള്ള പരിപാടി കേട്ടോ. അതിന് ശേഷം ഈ കാണുന്ന പിന്നെ ഇത് ഞങ്ങൾ ടൊമാറ്റോ റോസ്റ്റ് ആക്കും. അവിടെ പരിപാടി വരുന്നു എല്ലാവരും. ഇത് മൊത്തം ഒന്ന് വാടി വരണം. ഇതിൻ്റെ അകത്തോട്ട് തന്നെ നമ്മൾ എന്തിട്ട് കൊടുക്കും, അതായത് ചിക്കൻ മസാല ഇട്ട് കൊടുക്കും കേട്ടോ. ഈ ചിക്കൻ മസാലയും കൂടെ ഇതിൻ്റെ ഉള്ളിൽ വാടുമ്പോൾ എൻ്റെ കണ്ണും പോയി. നിൻ്റെയോ? എൻ്റെ വീശുന്നത് ഞാൻ കണ്ടില്ലടാ ലിബിനെ. നീയോ? എൻ്റെ പ്രശ്നമില്ല. അതിനാ ഞാനിങ്ങോട്ട് മാറിയിരിക്കുന്ന രണ്ടിടത്ത് വണ്ടിയുടെ ഇടയിലാ. ഈ മസാല ഇതെല്ലാം കൂടെ കൂടി ഇളകിയാൽ ഇതിനൊരു പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ കേട്ടോ. മുളക് പൊടി ആഹാ, കാശ്മീരി അല്ല സാധാരണ അല്ലേ? അവിടെ ഇട്ട് കഴിഞ്ഞാൽ തീർന്നു. തീർന്നെങ്കിൽ പിന്നെ ഈ കാണുന്ന ഇതിനിങ്ങനെ പെരട്ടി നമ്മൾ എടുക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തോട് ഇടാകുമ്പോൾ കുത്തലൊന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളി പരിപ്പൊക്കെ ഇട്ടാൽ നല്ല മസാല കറി കിട്ടും കേട്ടോ. സത്യം പറഞ്ഞാൽ 2 പാത്രം കഴിയണം. മൽപ്പണിയാണ് പരിപാടി. പക്ഷേ എണ്ണയുടെ വെളിച്ചെണ്ണയുടെ മണമല്ലേ അടിപൊളിയല്ലേടാ? അടിപൊളിയല്ലേ? അതിൻ്റെ അകത്ത് തന്നെ ഇട്ട് അടിക്കാം കേട്ടോ ഇതിനെ. അത് 5ഉം ഇതിട്ട് 2ഉം കൊടുക്കാം അല്ലേടാ? നമ്മൾ ഈ കാണുന്ന റോസ്റ്റും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു കേട്ടോ. പടപടേ എന്നുള്ള പരിപാടിയാണ് അല്ലേ ലിബിയെ? അതെ. ഇന്ന് നമുക്ക് ഇത് കഴിച്ചിട്ട് നേരെ ഒറ്റ ഉറക്കമല്ലേ ഇവനെ. വേറെ ഒരു പരിപാടിക്ക് നാളെ ഇവിടുത്തെ ലോക്കൽ ട്രെയിൻ ഉണ്ട്, അതിലൊന്ന് സഞ്ചരിക്കണം. പക്ഷെ ഞങ്ങളുടെ ഡൗട്ട് എന്ന് വെച്ചാൽ ഇവിടെ കുറേ ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് നമ്മൾ കാണാതെ. ആണോ? എല്ലായിടത്തും പോകണം. ഇവിടെ എന്തോരം സ്ഥലമുണ്ട്. ലേക്ക് ഉണ്ട്, കേബിൾ കാർ ഇവിടെ ക്ലോസ് ആണ്, ബാക്കിയൊക്കെ ഇവിടെ ഓക്കെ. പിന്നെ നമ്മുടെ പാർക്കിംഗ് പ്ലേസ് ഇത് നമ്മൾ പോകുന്നിടം വരെ അല്ലേ? അതായിരിക്കും നല്ലത്. ഇളക്കി ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിന് ലൈറ്റ് മസാല ഇടാവുള്ളൂ, എന്നാലും ഇത് കൊള്ളത്തുള്ളൂ. ഹാർഡ് മസാലയാണ് ഇത് പോയി അല്ലേ ലിബിയെ? അതെ. അല്ല പിന്നെ ഇതിന്റെ ചൊവ വ്യത്യാസമായി പോകും. സമയത്ത് നമ്മുടെ തക്കാളി ഉള്ളിക്കറി ഏകദേശം ആയല്ലേ ഇതിനെ? ഇതെന്താണ് സംഭവം? റോസ്റ്റ് തക്കാളി ഉള്ളിയും കൂടെ കൂടി റോസ്റ്റ് കേട്ടോ. ഇതാ ശരിക്കും മുളക് പൊടി മാത്രമല്ലേ ഇടുള്ളൂ? മുളക് പൊടി ഇച്ചിരി ചിക്കൻ മസാല, ഇച്ചിരി പൊടിക്ക് പേരിന് അല്പം മുളക് പൊടി ചെങ്കുടിയിടവനെ കുറച്ചിട്ടാ മതിയില്ല, പരിപാടി പാളിപ്പോടാ. യെസ്, അല്പം മുളക് പൊടി, ഒരു പേരിന് ഒരല്പം, ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഒരല്പം എന്താണെങ്കിലും പിന്നെ ചിക്കൻ പൊടി. ചിക്കൻ പൊടി ഇത്ര മാത്രമേ ഇതിൻ്റെ ഇടുള്ളൂ കേട്ടോ. ഇത് വാട്ടി എടുക്കും. പണ്ട് മുതലേ ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കറിയാണ് ഈ കറി അല്ലേ ലിബിയ? അതെ. ഇതും നല്ല പൊറോട്ടയും ഒക്കെ കിട്ടുവാണെങ്കിൽ നല്ല അടിപൊളിയായിരുന്നല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാണല്ലോ 2 മുട്ടയും കൂടി ഇട്ട മുട്ടക്കറിയായി. മുട്ട റോസ്റ്റ് അല്ലേ? അത് ഉള്ളി വെന്തോന്ന് നോക്കണോടാ, അല്ലെങ്കിൽ കരകരാന്ന് വേണേൽ കടിപ്പിക്കാം, വേണേൽ കളിപ്പിക്കാം, അത് വേണം ചെയ്യാം. കരകര ചെയ്ത് ഈ കാണുന്നതാണ് നമ്മുടെ പരിപ്പ്. എന്തായിരുന്നു എന്ത് ഞാൻ പറഞ്ഞില്ല, ഇഷ്ടം പോലെ ഉണ്ടാവുമെന്ന്. ചോറിൻ്റെ അത്ര ഉണ്ടോ? പരിപ്പ് കൂടി പോയി. വെള്ളം ഒഴിക്കണൂടാ. അവസാനം ഞങ്ങൾ ഈ കുക്കർ തന്നെ കഴിയ അവസരം വെള്ളം ഒഴിച്ചില്ലേ ഇവനെ? അല്ല ശരിയാവൂലടാ അല്ലേ? ഒന്ന് ഇളക്കണ്ടേ? ഒരു തവിയും കടുത്തല്ലേ ഇവനെ? ഏതാ ആ തവി? ഇതുപോലെ ഇതും കൂടെ കൈ കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കാം അല്ലേ ഇവനെ? യെസ് അല്ലേ? ഇത് 2-3 അടി അടിക്കണം. അവിടെ വെള്ളം കൂടുതൽ വേണോ കുറവ് വേണോ? കുറവ് പോലെ അല്ലേ? നല്ല. ഇപ്പോൾ കൈസ് ഇനി ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞല്ലേ? കുക്കറെ ഇട്ടിട്ട് 4 ഫിഷ് അടിച്ചാവുമായിരിക്കും അല്ലേ? 2 മതി. ഒന്ന് കഴുകി കയറ്റിയാലേ ഇല്ലേ? നമ്മുടെ കറികളെല്ലാം ആയി. ഇനിയിപ്പോൾ ചോറ് കഴിച്ചാൽ മതി. ഇത് നല്ല കുറുകിയ നല്ല കുടുകൂടാന്നിരിക്കുന്ന കറി. നോക്കുന്നുണ്ടോ? പരിപ്പും ഉരുളക്കിഴങ്ങും തക്കാളിയും മല്ലിയിലയും ഉള്ളിയും കൂടി ഇട്ട് വെച്ചതാണ്. ഈ കാണുന്നൊക്കെ കേട്ടോ തക്കാളിയുടെ ഭാഗങ്ങൾ. നല്ല വറുത്തരച്ച കറി പോലെ അല്ലേടാ? നല്ല കറിയാണ്. അതായത് നമ്മളൊക്കെ വീട്ടിലൊക്കെ തേങ്ങ ഇതാക്കിയിട്ട് വറുത്തടിക്കൂലേ, അതേപോലത്തെ കറി. പക്ഷെ ഉരുളക്കിഴങ്ങ് കറുത്ത 2 അടിച്ചപ്പോഴത്തേനും വെന്തു. നല്ല കിട്ടുക്ക് പുതിയ ഉരുളക്കിഴങ്ങ്. നമുക്ക് 2 പേർക്ക് ലിബി ചോറ് എടുക്കുക കേട്ടോ. പക്ഷെ അപ്പോൾ അങ്ങേറ്റോ എനിക്ക് മതിയില്ല ലിബി. എനിക്ക് മതി. നിനക്കോ? ഒരാളുടെ സീറ്റ്. നിന്റെ എന്ത് പറയണം ഇരിക്കുന്നത്? നീ കയ്യിലാ പിടിക്കുന്നത്? എന്തിനാ ഭക്ഷണം? കൈസ് നോക്കൂ, ലിബിയും ചോറ് എടുക്കുക. ഓ വിശപ്പേ. കൈസ് നോക്കൂ, ഇതാണ് ഉള്ളിയും തക്കാളിയും കൂടെയുള്ള റോസ്റ്റ്. ഓ അത് കിടിലൻ സാധനം എടുക്കും കേട്ടോ. അത് കലക്കും. അടിപൊളി. പിന്നെ അതേപോലെ തന്നെ ലിബി ഇത് കഴിക്കുന്നില്ലെന്ന് പറഞ്ഞേ. നിനക്ക് വേണ്ടല്ലോ? ചിക്കൻ ആണോ എന്ന് ഉറപ്പില്ല. ചിക്കൻ സോസേജ്. അതിന് റെഡ് കളർ ഉണ്ടെന്നേ ഉള്ളൂ. സാധനം കൊള്ളാം കേട്ടോ. പിന്നെ ഇതാണ് ഞങ്ങളുടെ കിടുക്കാച്ചി കറിയാ. ഉറപ്പാണോ? നല്ല എരിവുണ്ട്. നല്ല എരിവുണ്ട്. ആണോ?
പക്ഷെ ഇത്ര സാധനം കേട്ടോ ഞങ്ങൾ വീട്ടിൽ കഴിക്കുന്നത്. ഇനി ഈ പ്രാവശ്യം പോയിട്ട് വരുമ്പോൾ ഞങ്ങൾ എന്തായാലും വീട്ടിൽ നിന്ന് പിന്നെ അച്ചാറും സാധനങ്ങളൊക്കെ കൊണ്ടുവരും. അത്ര സാധനം അച്ചാർ, ഇടിയിറച്ചി അതുപോലുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് മതി അങ്ങനെ സാധനങ്ങളുണ്ട്. 2 പേർക്കും ചോറ് എടുത്തു കേട്ടോ. ഫൈനലി ഞങ്ങളുടെ ഫുഡ് റെഡിയായി. ഇതാണ് സോസേജ്, ഇത് ഉള്ളിയും തക്കാളിയും കൊണ്ട് റോസ്റ്റാണ്. ഒരിക്കലും മുട്ട റോസ്റ്റ് കേട്ടോ, അത് അടിപൊളിയാട്ടോ. ഇത് ഞാൻ കഴിച്ചു നോക്കില്ല. ഉരുളക്കിഴങ്ങ് കറി നല്ല എരിവൊക്കെ ആയിട്ട് നല്ല കല്ലിൻ്റെ പണയിലൊക്കെ ഉള്ള ആൾക്കാർ കഴിക്കൂലേ, സെൻട്രിങ്ങിൻ്റെ പണിക്കാരൊക്കെ നല്ല എരിവോടുകൂടി അങ്ങനത്തെ ടൈപ്പ് സാധനമാണ്. നല്ല പണ്ടൊക്കെ നമ്മുടെ കല്ലിൻ്റെ പരിപാടിക്ക് പോയപ്പോൾ ഇതൊക്കെ കറിയായിരുന്നല്ലേ. ടേസ്റ്റിയാണേ. ഇതും കൊള്ളാം, റോസ്റ്റും നോക്കോടാ അടിപൊളി. നമ്മൾ പണ്ടൊക്കെ കല്ലിന്റെ ഒക്കെ പരിപാടിക്കും പിന്നെ അത് സെൻട്രിങ്ങിന്റെ പരിപാടിയൊക്കെ അപ്പം എടുത്ത് പോകില്ലേ, അന്നിപ്പോ ഉണ്ടാക്കുന്ന അതേപോലത്തെ കറി അല്ലേ ഗൈസ്. ഇനിയിപ്പം കഴിച്ചെല്ലാം വൃത്തിയാക്കിയിട്ട് കാണാം കേട്ടോ. ഗൈസ് ഫൈനലി അങ്ങനെ നമ്മൾ കഴിച്ച പാത്രങ്ങൾ ഞങ്ങൾ കഴുകാൻ വേണ്ടി പോകല്ലേ. ഞങ്ങൾ വെറൈറ്റി കഴുകലാണ്. ഇതാണ് പാത്രം ക്ലിങ്ങിന്നിരിക്കുമല്ലേ അവനെ. നെയ്യ് ഇതുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാ. അതാ ഭയങ്കര ദോഷമാടാ. തപ്പിയെടുക്കാം. കൈയും കാലും മരവിച്ച് പോവാ. എനിക്കത്ര ഏറ്റില്ല. അത് പെട്ടെന്ന് തണുപ്പത്തുനിന്ന് നമ്മൾ പെട്ടെന്ന് പോകുന്നില്ലേ, തണുപ്പത്തുനിന്ന് പെട്ടെന്ന് പോകുന്നില്ലേ, ചൂടടിച്ചില്ലേ, അതിൻ്റെ ഒരു പ്രയാസം. അത് 2 ദിവസത്തെ എന്തായാലും ഉണ്ടാവും അത്. ഗൈസ് ഞങ്ങളെ പരിചയപ്പെടാൻ വേണ്ടി വന്നൊരു റഷ്യക്കാരനാണ്. റഷ്യ അല്ല, കസാക്കിസ്ഥാൻ റഷ്യൻ ബോർഡറിലുള്ള പുള്ളിയാണ്. ഞാനും പുള്ളിയും ട്രാൻസ്ലേറ്റർ ഇട്ട് പരിപാടിയാണ്. ഒരു രക്ഷയില്ല. പുള്ളി പറയുന്നത് കിട്ടുകയില്ല, ഞാൻ പറയുന്നത് പുള്ളിക്കും കിട്ടുകയില്ല, പുള്ളി പറയുന്നത് എനിക്കും കിട്ടിയല്ല കേട്ടോ. പുള്ളി എന്തൊക്കെയോ പറയുന്നുണ്ട്. അതും ഒരു പുള്ളി ഉണ്ടായിരുന്നു, കുറേ നേരം സംസാരിച്ചിട്ടോ. വോൾവോ വോൾവോ പറഞ്ഞറിയോ, അതായത് ബാക്കിയെല്ലാ വണ്ടിക്ക് മെയിൻ്റെനൻസ് ആവും. ബെൻസ്, അതേപോലെ തന്നെ മാന്, അതേപോലെ തന്നെ വേറെ റെനോൾട്ടിന്റെ വണ്ടി. റെനോൾട്ടൊക്കെ ഭയങ്കര ഇതായിരിക്കും. മെയിൻ്റെനൻസ് ഇല്ല. ബെൻസും കണക്കാവൂല. ഏറ്റവും നല്ലത് വോൾവോ. ഇതൊക്കെ നാട്ടിൽ വന്ന നമ്മൾ രാജാവാ അല്ലേ. ഇത് ആസ്ട്ര അല്ലേ. ആസ്ട്രയുടെ ഫ്രണ്ട് എന്താ പറ്റി. പക്ഷെ ഇതിലും വലിയ സാധനങ്ങളൊക്കെ ഉണ്ട്. പുറത്ത് കിടക്കാൻ പൈസ വേണ്ട കേട്ടോ. ഞങ്ങളുടെ ഒരു മൂട്ടക്കുഞ്ഞ് കിടക്കുന്നുണ്ട്. ഞാൻ പറയാൻ വേണ്ടിയിരുന്ന ഇവിടെയൊക്കെ പല ടൈപ്പ് ട്രക്ക് ഉണ്ട് കേട്ടോ. ഈ കിടക്കുന്ന കുഞ്ഞൻ ട്രക്കില്ലേ, ഇത് ഫോർഡിൻ്റെ കേട്ടോ. ഫോർഡ് ട്രക്ക്. ഇത് വേറെ രാജ്യമാണല്ലോ. അല്ല, കസാക്കിസ്ഥാൻ തന്നെയാണ്. ഫോർഡ് ട്രക്ക് കേട്ടോ. ഇത് ചെറുതാ, മറ്റേനെ വെച്ചൊക്കെ നോക്കുമ്പം വലുതാ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഫോർഡിന്റെ മറ്റേ ലോറിയാണ് ഇനി എന്നൊക്കെ കാണാൻ കിടക്കുന്നടാ. ആണോ? അമേരിക്കൻ ട്രക്കൊന്നും ഇവിടെ വന്ന് കയറിയിട്ടില്ല. ഒക്കെ പോകുന്നവർക്ക് ഇഷ്ടം പോലെ കാണാം കേട്ടോ. വണ്ടി കുറവായിരുന്നു. ഈ രാജ്യത്തൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്നാന്നറിയോ, ഇവർ എന്നാ പറ്റുന്ന വെച്ചാൽ നമ്പർ പ്ലേറ്റ് വീണു, അതാണ് അവർ പേടിച്ചിട്ട് കെട്ടും. അതല്ലടാ, ഇവർക്ക് സ്വയം നമ്മുടെ രാജ്യത്തെ പോലെ ടാറ്റ ലൈൻ അങ്ങനെ വലിയ കമ്പനികൾ സ്വന്തമായിട്ട് കൊണ്ട് എത്തി കേട്ടോ. ഓക്കെ, അവിടെ 500 കേട്ടോ പാർക്കിംഗ് ഫീസ്. ഞങ്ങൾ 1000 കൊടുത്തിട്ടുണ്ട്. 500 അപ്പച്ചന് കൊടുത്തു. അതായത് നാട്ടിലത്തെ 100 രൂപ പാർക്കിങ്ങിന്. അപ്പൊ 200 രൂപ. അപ്പൊ ഒരു നഷ്ടവും ഇല്ല. നല്ല സൗകര്യമുണ്ട്, വെള്ളമുണ്ട്, ബാത്റൂമിന് സൗകര്യമുണ്ട്. പമ്പിലെ പോലെ പുറത്ത് കയറുന്ന കഴിഞ്ഞാൽ ഭയങ്കര അലമ്പാട്ടാ. പോലീസുകാരെടുത്തിട്ടോ നാട്ടുകാരെടുത്തിട്ടോ പമ്പുകാരെടുത്തിട്ടോ എന്ത് ചെയ്യണമെന്ന് ഒരു നിവൃത്തിയില്ല. അതാ ഇവിടെ കയറിയത്.